السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وزد وبارك على قائدنا وسيدنا وشفيعنا وقائد الغر المحجلين محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة العالية الشريفة وابعثه اللهم المقام المحمود الذي وعدته وارزقنا شفاعته يا رب العالمين. اللهم بلغه منا تحية وسلامة. جزا الله عنا نبينا محمدا صلى الله عليه وسلم خير ما يجزى به نبي عن أمته. اللهم ارض عن صحابته وأزواجه وأهل بيته وعترته وصالح تابعيه وتابعيهم والذين اتبعوهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله مولانا العلي العظيم. صدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, സയ്യിദന്മാരെ, നമ്മുടെ ഖത്തീബ് ഉസ്താദ് ഷിഹാബ് ബാഖവി അവറുകളെ, അഭിനന്ദനായ സുഹൃത്ത് ജാബർ ഹുദവി, മീനാപീസ് ജുമാ മസ്ജിദിൻ്റെ ഇവിടുത്തെ SKSSFൻ്റെ പൂർവോപരി സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ഗുണകാംക്ഷികളും സഹായികളുമായ ചെറുപ്പക്കാർ, ഇവിടുത്തെ നാട്ടുകാർ, സഹോദര സഹോദരിമാരെ, അള്ളാഹു നമ്മളോട് പൊരുത്തപ്പെടട്ടെ. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കവൻ ഇറക്കി തരട്ടെ. നമ്മുടെ സദസ്സിൽ നമ്മളുമായി ബന്ധമുള്ള ആളുകളിൽ ദുആരക്കാൻ വേണ്ടി പറഞ്ഞവരിലും അല്ലാത്തവരും ഉള്ള എല്ലാ രോഗവും അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മുടെ ബന്ധുക്കളിൽ, മക്കളിൽ, ചുറ്റുപാടുകളിൽ, സുഹൃത്തുക്കളിലൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, വീടുകളിൽ ചികിത്സയിലായി കിടപ്പിലായവർ, എല്ലാവർക്കും റഹ്മാനായ റബ്ബ് അവൻ്റെ പരിശുദ്ധമായ റമളാനിൻ്റെ ഇരാവിൻ്റെ മഹത്വം കൊണ്ട്, പുണ്യം കൊണ്ട് ഷിഫാ വിധിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മയൊക്കെയും മാരകങ്ങളായ രോഗങ്ങൾ വരാതെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചെറുതും വലുതുമായ അസുഖങ്ങൾ അള്ളാഹു ഷിഫയാക്കി തരട്ടെ. ജീവിക്കുന്ന അവസാനത്തെ സെക്കൻഡ് വരെയും നന്മയോടൊപ്പം നന്മയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശുദ്ധമായ റമളാൻ യാത്ര ചോദിക്കുകയാണ്. ഒരു യാത്ര പറച്ചിലിൻ്റെ സമയമാണിത്. ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട ആളുകൾ, അവരുടെ സാന്നിധ്യം, അവരുടെ സേവനം എല്ലാം നാടിനും നാട്ടുകാർക്കും സമൂഹത്തിനും ആവശ്യമായിരിക്കെ അള്ളാഹു പെട്ടെന്ന് കൊണ്ടുപോകുന്ന പോലെ മാസങ്ങളോളം നീണ്ടു നിന്നാലും റമളാൻ നമുക്ക് മതി വരാറില്ല. പക്ഷേ അതിൻ്റെ സമയം കഴിഞ്ഞു, അള്ളാഹു കൊണ്ടുപോവുകയാണ്. ഇനി ഒരിക്കലൂടെ ഇങ്ങനെ നമുക്ക് സംഗമിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഇനിയൊരു റമളാൻ വരുമ്പോൾ നമ്മളൊക്കെ ജീവനോടെ ബാക്കിയുണ്ടാകുമോ എന്നറിയില്ല. ഈ ലോകമുണ്ടാകുമോ എന്നറിയില്ല. വേർപാട് മരണത്തോളം വേദനയുള്ളതാണ്. അൽ ഫിറാഖു അശദ്ദു മിനൽ മൗത്ത്. എന്നാൽ വേർപെട്ടേ പറ്റൂ, യാത്ര ചോദിച്ചേ പറ്റൂ. അള്ളാഹുവിൻ്റെ നിശ്ചയം അതാണ്. നാമും ഈ ലോകത്തോട് യാത്ര ചോദിച്ചു പോകേണ്ടവരാണ്.
നമ്മെ സ്നേഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന ആരൊക്കെ ബാക്കി നിന്നാലും അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനമെത്തുമ്പോൾ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. ഓരോ വരവും പോക്കും ഒരു ജന്മം മരണം എന്ന പോലെ, ഒരു തുടക്കം ഒടുക്കം എന്ന പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ നാശത്തെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഒടുക്കത്തെ സൂചിപ്പിക്കുന്ന പോലെ യാത്ര ചോദിക്കലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റജബും ഷഅബാനും കഴിഞ്ഞു, ഈ റമദാന് കൂടെ നമ്മളോട് യാത്ര പിരിയാണ്. നന്മ ചെയ്തവർ, പാപമോചനം ചോദിച്ചവർ, അള്ളാഹു അനുഗ്രഹം ചെയ്തവർ ഈ സമയം മുഴുവനും മുതലെടുത്തു. വരാനുള്ള ജീവിതത്തിലേക്ക് ഒരുപാട് പാഥേയം ഒരുക്കി വച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവാന്മാർ ഈ മാസം കടന്നു പോകുമ്പോൾ പാപമോചനം ലഭിക്കാത്തവരാണ്. അള്ളാഹു പാപമോചനം ലഭിച്ചവരിൽ നമ്മയൊക്കെ അള്ളാഹു ചേർക്കട്ടെ. ആമീൻ. അവൻ്റെ മഗ്ഫിറത്ത് എമ്പാടും തരുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതെങ്കിലും ഒരു ഗ്രാമവാസികൾ ആമനു വത്തഖൗ, അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിൽ പരിപൂർണ വിശ്വാസമുണ്ടായി ജീവിക്കുകയും ചെയ്താൽ ലഫതഹ്ന അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അനുഗ്രഹങ്ങൾ അവർക്ക് നാം തുറന്നു കൊടുക്കും എന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനത്തെ ഒരു ഗ്രാമമായി നമ്മുടെ ഈ മീന പീസിൻ്റെ പരിസരങ്ങളൊക്കെയും നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. ഇതൊക്കെ വിശിഷ്യ കടലോര പ്രദേശങ്ങളാണ്. കടലോരത്ത് നിൽക്കുന്നവർ ഒരു ഹദീസ് എപ്പോഴും ഓർമ്മിക്കണമെന്നാണ്. പാതിരാത്രിയായി കഴിഞ്ഞാൽ നിശബ്ദമായ പാതിരായുടെ ആ മധ്യസമയം സമുദ്രത്തിൻ്റെ ഉപരിതലം ഒരൽപ്പം പൊങ്ങി വന്ന് അള്ളാഹുവിനോട് ചോദിക്കുമത്രേ, യാ അല്ലാഹ്, നിന്റെ ഭൂമിയിൽ നീ പറഞ്ഞത് കേൾക്കാതെ ജീവിക്കുന്നവർ, നീ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഒരൽപ്പനേരം ചെലവഴിക്കാൻ സമയമില്ലാത്തവർ, നിന്റെ കൽപ്പനകളെ ധിക്കരിച്ച ആളുകൾ, അവരൊക്കെയും ഞങ്ങൾ കടൽ ജലം കരയിലേക്ക് ചെന്ന് അവരെ തുടച്ച് നീക്കി നശിപ്പിച്ച് ഞങ്ങൾ വടിച്ചു കൊണ്ടുവരട്ടെയോ എന്ന് ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ മറുപടി, സമുദ്രമേ, നീയാണ് അവരെ പടച്ചതെങ്കിൽ നീ ഇങ്ങനെ പറയില്ല. നിന്നെ വഴിപ്പെടാത്തവരെ ഞങ്ങൾ നശിപ്പിക്കട്ടെയോ എന്ന് സമുദ്രം ചോദിക്കുന്നുവത്രേ. എല്ലാ രാത്രിയിലും ഒരു സുനാമി പോലെ മഹാതിരമാലകളായി അടിച്ചു ചെന്ന് ആ നാട്ടുകാരെ മുഴുവനും നശിപ്പിച്ചു കളയട്ടെയോ എന്ന് അള്ളാഹുവിനോട് എന്നും സമുദ്രം ചോദിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ ഖലഖ്തിഹിം ലറഹിംതിഹിം, സമുദ്രമേ, നീയാണ് അവരെ പടച്ചതെങ്കിൽ നീ അവരോട് കാരുണ്യം കാണിക്കുമായിരുന്നു. മക്കൾ എത്ര കുരുത്തക്കേട് കാണിച്ചാലും ഉമ്മയോ വാപ്പയോ മക്കളോട് കരുണ ചെയ്യുന്ന പോലെ, വാപ്പയെക്കാളും കരുണ ഉമ്മയായിരിക്കും ചെയ്യുക. പുരക്ക് കയറണ്ടെന്ന് വാപ്പ പറഞ്ഞാൽ ഉമ്മ പിന്നെ പറഞ്ഞു വാതിൽ തുറന്നു കൊടുക്കും, മോനല്ലേ എന്ന് വിചാരിച്ച്, ഞാൻ ജന്മം കൊടുത്ത കുഞ്ഞല്ലേ എന്ന ഒരു തോന്നൽ. ഇത് സൃഷ്ടാവായ കാരുണ്യവാനായ അള്ളാഹു സമുദ്രത്തെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ സൃഷ്ടികളല്ലേ, ഞാൻ അവർക്ക് മാപ്പ് ചോദിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്, ഒന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ ഞാൻ അവർക്ക് സമയം കൊടുക്കുന്നുണ്ട്. നീ അങ്ങ് പെട്ടെന്ന് ധൃതിപ്പെട്ട് നശിപ്പിക്കാൻ ഒരുങ്ങല്ലേ, ഞാൻ അവർക്ക് സമയം കൊടുക്കുകയാണ്, ഞാൻ അവർക്ക് ഒരല്പ നേരം കൊടുക്കട്ടെ, ഒന്ന് തൗബ ചെയ്ത് മടങ്ങാൻ ഞാൻ അവസരം കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ഞാൻ അവരെ ശിക്ഷിക്കുകയല്ല. ഈ മറുപടി കാരുണ്യവാനായ അള്ളാഹു സമുദ്രത്തോട് പറയുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിരന്തരമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിരന്തരമായ കാരുണ്യം. നമ്മുടെ ശരീരവും ശരീരത്തിലെ നമ്മുടെ അനാറ്റമി, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്, നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം, നമ്മുടെ സെൻസറി ഫാക്കൽറ്റികൾ പ്രവർത്തിക്കുന്നത്,
ഇതൊക്കെ അള്ളാഹു ചെയ്ത വലിയ നിഅമത്തുകളാണ്. ഒരു ടച്ച് സ്ക്രീൻ മൊബൈലും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടുത്തേക്ക് എത്തൂല. നമ്മൾ ഗ്ലാസ്സുമ തൊട്ടാൽ വരയ്ക്കാൻ പറ്റുന്ന അള്ളാഹു നമ്മുടെ തൊലിപ്പുറം എങ്ങനെയാണെന്നറിയോ? ഭയങ്കരമാണ്. സ്പർശനം, ചൂടും തണുപ്പും അറിയാം, വികാരവും നിർവികാരവും അറിയാൻ പറ്റും, ടെമ്പറേച്ചർ അറിയാൻ പറ്റും, സ്നേഹപ്രകടനങ്ങൾ അറിയാൻ പറ്റും. ഒറ്റ സ്പർശനം. ഈ തൊലിപ്പുറം അള്ളാഹു പടച്ച തൊലി ഭയങ്കര ഹൈലി സെൻസിറ്റീവാണ്. ഇങ്ങനെയൊക്കെ ഒരു ദിവസം എത്രയാണ് നമ്മൾ അനുഗ്രഹം അള്ളാഹുവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൗ ഖലഖ്തിഹിം ലറഹിംതിഹിം. സ്രഷ്ടാവിന്റെ സൃഷ്ടികളോട് കാരുണ്യമുണ്ട്. പടച്ചവനായ അള്ളാഹുവിന് അവൻ പടച്ച സൃഷ്ടികളോട് കരുണ തോന്നുന്നു. ആ കാരുണ്യം സത്യവിശ്വാസികൾക്ക് അള്ളാഹു തുറന്നു കൊടുക്കുന്നു. ആ കരുണയിൽ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. തങ്ങൾ പറഞ്ഞു, വല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലാ തദ്ഖുലുൽ ജന്ന, സ്വർഗപ്രവേശനം നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ കടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. വല അൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയും അങ്ങനെ തന്നെയാണോ? അതെ. ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹു അവന്റെ കാരുണ്യം എന്നോടങ്ങ് പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ വളരെ അത്ഭുതമുള്ളതാണ്. ദിവസത്തിന്റെ തുടക്കം ശരിക്ക് രാത്രി കൊണ്ടാണ്. നമ്മൾ കണക്കാക്കുന്നത് സൂര്യ ഉദിച്ചാലേ ദിവസം തുടങ്ങുകയാണ്. അതുകൊണ്ട് രാത്രി നമ്മൾ തറാവീഹിന് സമയത്ത് നിയ്യത്ത് ചെയ്യും. എന്ത്? നമ്മുടെ നവൈത്തു സൗമ ഗദിൻ, നാളത്തെ നോമ്പ്. ശരിക്കത് ഇന്നത്തെ നോമ്പ് എന്നാ. ഇന്ന് ആരംഭിച്ചത് സൂര്യാസ്തമയോടുകൂടെ, ഇന്ന് അവസാനിക്കുന്നത് നമ്മളീ പറയുന്ന നാളെ പോലെ സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ നോമ്പ് ഞാൻ നോക്കാൻ പോവാണ് അല്ലേ? ശരിക്കും അങ്ങനെയാണ് അതിൻ്റെ വരേണ്ടത്. നമ്മൾ ആ വാക്കിന് നാളെ എന്ന് അർത്ഥം വെക്കുന്നു. സത്യത്തിൽ നമ്മുടെ ഇന്നാണിന്ന്. ഇന്ന് പുതിയ ദിവസം പുലർന്നു. ഈ രാത്രി നാളത്തെ പകലുമാണ് ഇന്ന്. ആയിക്കോട്ടെ. ഇപ്പൊ രാവ് അങ്ങനെയാണ്. രാവുകളൊക്കെ ഭീതിതമായ ചില ചിന്തകൾ തരുന്ന സമയമാണെന്ന, കുറച്ച് പേടിയും കുറച്ച് ഭയമൊക്കെ. ഇപ്പം നല്ല മഴ പെയ്തു. ഇതൊരു പകൽ സമയത്തുള്ള മഴയാണെങ്കിൽ നമുക്ക് അത്രക്കങ്ങ് ഒരു ഫീല് തോന്നൂല. ഇപ്പം രാത്രി പടച്ചോനെ മഴ, ഇനിയിപ്പോൾ പുരയ്ക്ക് തിരിച്ചു പോകുമ്പോൾ എന്താ വല്ല പാമ്പുണ്ടാവോ, വല്ല കുഴിയിലും ചാടുമോ, ഈ ഇരുട്ടത്ത് പോയി എങ്ങനെയാ പോവാ, ടോർച്ച് വർക്ക് ചെയ്യോ, കൊടങ്ങ് മലർന്ന് പറന്നേക്കോ, അങ്ങനെയൊക്കെ തോന്നും. രാത്രിയിൽ ഇച്ചിരി ഭീതി തോന്നുന്ന സമയമാണ് രാത്രി. രാത്രി സങ്കടം തോന്നിപ്പിക്കുന്ന സമയമാണെന്നാണ് പ്രത്യക്ഷത്തിൽ പറഞ്ഞ. അതുകൊണ്ടാണ് ഖുർആൻ വദ്ദുഹ വല്ലൈലി ഇദാ സജ എന്ന് പറയാൻ കാരണം. വദ്ദുഹ, പകലിലെ ഒരൽപ്പ സമയത്തെ തന്നെയാണ് സത്യം. ളുഹ, സമയത്തെ തന്നെയാണ് സത്യം. വല്ലൈലി, രാവിനെ തന്നെയാണ് സത്യം. ഇദാ സജ, ആ രാവ് നിശബ്ദമായി നിൽക്കുമ്പോൾ, ശാന്തമായ രാത്രിയെ തന്നെയാണ് സത്യം. രാവ് അതിൻ്റെ ഇരുൾ വിരുത്തി ശാന്തമാകുന്ന സമയം രാത്രിയെ തന്നെയാണ് സത്യം. വദ്ദുഹ, പകലിനെ തന്നെ സത്യം എന്നല്ല. ദുഹ എന്നത് പകലിലെ ഒരൽപ്പ സമയമാണ്. ദുഹ നിസ്കാരമൊക്കെ അറിയില്ലേ? ദുഹ ഇഷ്റാഖ് കഴിഞ്ഞ്, ദുഹ കഴിഞ്ഞ്, ളുഹറും അസറും കഴിഞ്ഞിട്ടാണ് മഗ്രിബ്. ഇതൊക്കെ സമയങ്ങളാണ്. ഉച്ചനേരം, ലൈറ്റ് ആഫ്റ്റർനൂൺ, അല്ലേ, ഡോൺ, മോർണിംഗ്, പ്രീനൂൺ ബ്രൈറ്റ്നസ്, ഇതൊക്കെ നമ്മൾ ദുഹയെ സംബന്ധിച്ച് പറയാം. പകലിന്റെ ഒരൽപ്പസമയം എന്നാണ് അള്ളാഹു സത്യം ചെയ്തത്. അല്ലാമ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയാ, എന്താ ഇപ്പൊ അള്ളാഹു പകല് മുഴുവൻ എടുത്ത് സത്യം ചെയ്തുകൂടായിരുന്നോ? സമയം പകലിലെ ഒരൽപ്പസമയത്തെ സത്യം ചെയ്തു, പിന്നെ പറഞ്ഞത് രാത്രി മുഴുക്കയും, രാവ് മുഴുവൻ. വല്ലൈലി ഇദാ സജ, നേരെമറിച്ച് വദ്ദുഹ, തെളിഞ്ഞ പ്രകാശമുള്ള, സന്തോഷം തരുന്ന പ്രകാശമുള്ള സമയമാണ് ദുഹ. ഉച്ചയായി കഴിഞ്ഞാൽ വെയിലത്ത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഉച്ച കഴിഞ്ഞുള്ള വെയിൽ സുഖമില്ലാത്ത വെയിൽ അല്ലേ? രാവിലത്തെ ദുഹ ആശ്വാസം തരുന്ന വെയിലാണ്. ദുഹ സമയത്തുള്ള വെയിൽ, അതിനെ തന്നെ സത്യം, രാത്രിയെ തന്നെ സത്യം. അതിന്റെ സാരം എന്താണെന്നറിയോ? ഈ ദുഹ സന്തോഷത്തെ സൂചിപ്പിക്കുന്നു. സന്തോഷത്തെ സൂചിപ്പിക്കുന്ന സമയമാണത്. വല്ലൈലി, രാവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ
രാത്രി സംതപ്തമായ സങ്കടത്തെ സൂചിപ്പിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ കുറച്ചേ സന്തോഷമുള്ളൂ. ജീവിതത്തിൽ ദുഹാ നേരത്തോളം ഒരൽപ്പം സന്തോഷവും, വല്ലൈൽ പിന്നങ്ങ് കിടക്കുന്നത് മുഴുവനും രാവുകളാണ്, ഇരുട്ടുകളാണ്. ദുനിയാവിൽ മനുഷ്യന്റെ ജീവിതം ഇങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചത്. ഇവിടെ സങ്കടപ്പെടുന്ന മുഹൂർത്തങ്ങളാണ് കൂടുതലും. സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ സന്തോഷം, കല്യാണം ഉണ്ടാകുമ്പോൾ സന്തോഷം, വീട്ടുകാർക്ക് സന്തോഷമുണ്ട്, അത് വല്ലാണ്ട് അടിച്ചു പൊളിച്ച് തീർക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവരും കല്യാണം പന്തെല്ലാം പെരിഞ്ഞു പോയാൽ പിന്നെ പുരക്കാരിന്ന് സങ്കടപ്പെടുക, പടച്ചോനെ ഇനി എങ്ങനെ ഈ കടങ്ങളൊക്കെ വീട്ടാൻ. കുറഞ്ഞ നേരത്തേക്ക് സന്തോഷിച്ചു, പിന്നെ സങ്കടമാണ്. ഈ ഗൾഫുകാരെ പോലെ നാട്ടിൽ വരുമ്പോൾ അങ്ങ് വല്ലാണ്ട് അടിച്ചു പൊളിച്ച് പിന്നെ അവിടെ ചെന്ന് കടം വീട്ടുകയാണ്. കുറച്ച് നേരത്തെ സന്തോഷം, പിന്നെ ബാക്കിയൊക്കെ സങ്കടം തന്നെ. ജീവിതം ഇങ്ങനെയാണ്. പെരുന്നാളുകൾ അങ്ങനെയാണ്. ലിമിറ്റ് ചെയ്യാൻ കാരണം ഈദൈൻ രണ്ടെണ്ണേ ഉള്ളൂ, അല്പസമയങ്ങളാണത്. ഈദുൽ അദ്ഹായുടെ 3 ദിവസങ്ങൾ, ഈദുൽ ഫിത്തറിന്റെ 1 ദിവസം, വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ നോർമൽ ദിവസങ്ങളാണ്. വദ്ദുഹ പകലിന്റെ ഒരൽപ്പസമയമായ ദുഹയെപ്പോലെ, വല്ലൈലി ഇദാ സജ ബാക്കി മുഴുവനും നീണ്ട രാവുകളാണ്. സങ്കടപ്പെടുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. പരമമായ പച്ചയായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ പരിശുദ്ധ ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള ഒരു രാവ് കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ഷഹർ. അങ്ങനെ ഒരു സങ്കടം തോന്നുന്ന സമയത്തിനുള്ളിൽ 1000 മാസങ്ങളുടെ പുണ്യമുള്ള ഒരു രാവ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് തരുന്നവനല്ലയോ റബ്ബേ. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യൽ നിനക്ക് ഇഷ്ടവുമാണല്ലോ. ഫഅഫു അന്നി, അതുകൊണ്ട് എന്നോട് മാപ്പ് തരേണമേ അല്ലാഹ്. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അന്ന് പ്രത്യേകമായി ചൊല്ലേണ്ട വല്ലതുമുണ്ടോ എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോഴാണ് ഈ ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ശുദ്ധ ഖുർആനിൽ യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ സൂറയാണ് സൂറത്തുൻ നസ്ർ. അതാണ് ഞാൻ ഓതി വെച്ചത്. യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ആയത്താണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس بما كسبت وهم لا يظلمون. واتقوا يوما ترجعون فيه إلى الله. ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത് ഈ ആയത്താണ്. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, യൗമൻ ഒരു ദിവസത്തെക്കുറിച്ച്, തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ثم توفى كل نفس بما كسبت وهم لا يظلمون. ഓരോ ശരീരവും എന്താണോ പ്രവർത്തിച്ചത് അതിനല്ലാഹു പ്രതിഫലം തരുന്ന ഒരു ദിവസത്തേക്ക് നിങ്ങൾ മടങ്ങി വരുന്ന സമയം എപ്പോഴും ഓർക്കണമേ. വഹും ലാ യുദ്ലമൂൻ, ആരെയും അല്ലാഹു ആക്രമിക്കാൻ പോകുന്നില്ല. ചെയ്തതിന്റെ പ്രതിഫലം, ചെയ്ത തിന്മയ്ക്കുള്ള ശിക്ഷ, അങ്ങനത്തെ ഒരു ദിവസം വരുന്നുവെന്ന് ഓർമ്മ വേണേ എന്ന് അള്ളാഹുവിന്റെ കലാം അവസാനമായി ഇറക്കിയത് ഈ ആയത്താണ്. പക്ഷെ ഇറങ്ങിയ തുടക്കവും അവസാനവും, ആദ്യവും അവസാനവും ഇറങ്ങിയ ആയത്തുകളുടെ ആ ക്രോണോളജിക്കൽ ഓർഡറിലല്ല ഖുർആൻ ഉള്ളത്. ഖുർആന്റെ തർത്തീബ് നുസൂൽ ഇറങ്ങിയ ആയത്തുകളുടെ അടിസ്ഥാനത്തിലല്ല ഖുർആൻ ഇന്ന് നമ്മൾ കാണുന്നത്. അത് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതാ. അങ്ങനെയാണെങ്കിൽ സൂറത്ത് ഫാത്തിഹന്റെ സ്ഥാനത്ത് ഏതാ വരേണ്ടത്? യഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതല്ലേ ആദ്യം ഇറങ്ങിയ സൂറത്ത്. ഫാത്തിഹ അതിന് ശേഷം ഇറങ്ങിയതാ. പക്ഷെ സൂറത്തുൽ അലക്ക് 96-ാമത്തെ അല്ലേ, 96-ാമത്തെ സൂറത്താണ്. ആദ്യം 1-ാമത്തെ സൂറത്താ വേണ്ടത്. അപ്പൊ തെറ്റിനെ തിരുത്തി തരണം. 96-ാമത്തെ സൂറയാ സൂറത്തുൽ അലക്ക്. ഇറങ്ങിയ സൂറത്തുകളുടെ ക്രോണോളജിക്കൽ ഓർഡർ, അതിന്റെ ഈവന്റ് സംഭവിച്ച സംഭവത്തിനനുസരിച്ചല്ല ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുകളെ നിർണയിച്ചിട്ടുള്ളത്. അത് വഹ്യാണ്. ഓരോ സൂറത്തിന്റെയും പേരെന്താണെന്ന് നബി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് കൊണ്ടുകൊടുത്ത വിവരമാണ്. സൂറത്തിന്റെ പേരെന്താണ്, ഈ സൂറത്ത് എവിടെയാണ് വെക്കേണ്ടത്, അതിൽ എത്ര ആയത്ത് വേണം, അടുത്ത സൂറത്ത് ഏതാണ്, ഇങ്ങനെ ഓർഡർ, ഇന്നുള്ള മുസ്ഹഫിന്റെ ഓർഡർ, അത് എല്ലാം ഇറങ്ങിയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന് പിന്നെ കിട്ടിയ വഹ്യാണ്. ഏതായിരുന്നാലും അവസാനത്തെ ആയത്ത് ഇതാണ്. സൂറത്തുൻ നാസിലെ അവസാനത്തെ മിനൽ ജിന്നത്തി വന്നാസ് എന്നല്ലേ എന്ന് ചോദിച്ചു പോണ്ടാണ്.
അവസാനം ഇറങ്ങിയ സൂറത്ത് സൂറത്തുൽ നസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി, ചെറുപ്പക്കാരനായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. പല ആളുകളുടെയും സദസ്സിൽ കൊണ്ടുപോകും. ഇപ്പൊ പ്രായമുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, എന്തിനാ ഇപ്പൊ ഈ ചെറുപ്പക്കാരനെ ഉമർ തങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്? നമ്മൾ വലിയ വലിയ ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ഈ പ്രായം കുറഞ്ഞ ആൾക്കാരൊക്കെ കൂടെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉമർ തങ്ങൾ നോക്കുന്നത് ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഇൽമാണ്, അവർക്ക് അല്ലാഹു നൽകുന്ന വിവരമാണ്. ഈ ചോദ്യത്തിനൊരു മറുപടി ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുക ഉമർ ഫാറൂഖ് റളിയല്ലാഹു. അപ്പോഴാണ് ഈ സൂറത്തിന്റെ ചർച്ച വരുന്നത്. ഉമർ തങ്ങൾ ചോദിച്ചു വലിയ വലിയ സ്വഹാബികളോട്, മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് പറയുന്നത്? ഫീ ഖൗലിഹി തആല, അല്ലാഹുവിന്റെ വചനങ്ങളെ കുറിച്ച്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, നിങ്ങൾ എന്താ ഇതിനെ പറ്റി പറയുന്നത്? ഒക്കെ പറഞ്ഞു, അല്ലാഹുവിന്റെ സഹായവും വൽ ഫത്ഹ്, വിജയവും അല്ലാഹു നൽകിയാൽ, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ജനങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരുന്നതും കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അങ്ങ് അല്ലാഹുവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യണം നബിയേ. വസ്തഗ്ഫിറു, പാപമോചനം ചോദിക്കണമേ. ഇന്നഹു കാന തവ്വാബാ, അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാണല്ലോ. അത്ര തന്നെ, വേറെ അർത്ഥമൊന്നുമില്ല. സഹായം വന്നാൽ, വിജയം വന്നാൽ തസ്ബീഹ് ചൊല്ലണം, ഹംദ് ചൊല്ലണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, തൗബ ചെയ്യണം. വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും അഭിപ്രായമില്ല. ഇബ്നു അബ്ബാസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ നഫ്സിഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം ശരീരത്തോട്, ശരീരമേ നിങ്ങൾ മരിച്ചു പോകും എന്ന് പറയുന്ന വാർത്തയാണ് ഈ സൂറത്ത്. നബിയെ, നിങ്ങൾക്ക് വഫാത്താകാൻ സമയമായി, അങ്ങ് ലോകത്തോട് വിട പറയാൻ സമയമായിട്ടുണ്ട്, വിട പറയാൻ നേരമായി, ലോകത്തോട് യാത്ര പറയാൻ നേരമായിട്ടുണ്ട് നബിയെ, അങ്ങ് അല്ലാഹുവിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് പറയുന്ന സൂറത്താണിത്. എങ്ങനെയപ്പോ ഇത് അങ്ങനെ വന്നത്? ഇതിലിപ്പോ മരണത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അത്ഭുതത. ഖുർആനിൽ അവസാനം ഇറങ്ങിയ സൂറത്ത് ഒരു യാത്ര പറച്ചില്ല. നമ്മൾ റമദാനോട് യാത്ര പറയുന്ന രാവിലെ കിടക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, വളരെ ചിന്തിക്കേണ്ട ഒരു സൂറയാണിത്. ഇദാ ജാഅ നസ്റുല്ലാഹി, അല്ലാഹുവിൽ നിന്നുള്ള സഹായം നബിയെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹ്, അല്ലാഹു എന്നേക്കുമായി ഇസ്ലാമിന് വിജയം തന്നാൽ, ഫത്ഹ് തന്നാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, ഈ പറയുന്നതിന്റെ സാരം ഇസ്ലാം പൂർണ്ണമാവുകയും ഇസ്ലാം വിജയിക്കുകയും, മക്ക എന്ന നഗരം, അന്ന് ജൂതന്മാർ പോലും മക്ക മുശ്രിക്കുകളോട് പറയുമായിരുന്നു, മക്കക്കാരെ, ഈ നബിയുടെ കാര്യം നിങ്ങൾ അങ്ങ് വിട്ടേക്കിൻ. ദഉ ഇൻ ഗലബ അലാ മക്ക വഹറമി, മക്കയും മക്കയുടെ ഹറം, പരിശുദ്ധമായ കഅബാലയത്തിന്റെയും ഭരണം ഈ പ്രവാചകന്റെ കയ്യിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പിച്ചേക്കണം ഇത് സത്യപ്രവാചകനാണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കിൻ. ഈ നബി മക്ക ജയിച്ചടക്കുകയും കഅബാലയത്തിന്റെ അധികാരം ഈ നബിന്റെ കയ്യിക്കും വരികയാണെങ്കിൽ ഇത് കുട്ടിക്കളിയല്ല, ഇത് ശരിയായ മതമാണെന്ന് അപ്പോൾ ഉറപ്പിച്ചേക്കണം എന്ന് മദീനയിലെ ജൂതന്മാർ മക്കക്കാരോട് പറയാറുണ്ട്. അപ്പൊ അവരും കാത്തിരിക്കുക. കാരണം മക്ക അന്ന് ഒരുപാട് കാലം അവിശ്വാസികളുടെ കയ്യിലാണ് ഉണ്ടായത്. മക്കം ഫതഹ് നടന്നു ഹിജ്റ 8-ന്, നിബിതങ്ങളുടെ ഹജ്ജ് നടന്നു. അതിന്റെ ശേഷം ഹിജ്റ 10-ൽ ഇസ്ലാം അങ്ങ് വിജയിച്ചില്ലേ? കൂട്ടം കൂട്ടമായിട്ട്, സംഘം സംഘം. അന്നൊക്കെ നബിതങ്ങളോട് ബഅത്ത് ചെയ്യാൻ ഒരാളെ വരിക, ഇത് 100 ആള്. നബിയെ, ഞങ്ങൾക്ക് ഷഹാദത്ത് ചൊല്ലി തരും നബിയെ, ഞങ്ങളുടെ ഖൗമ് മുഴുവൻ മുസ്ലിമാവുക നബിയെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഷഹാദത്ത് ചൊല്ലിത്തരും. സംഘം, ഫൗജ്, അഫ്വാജ, ജനങ്ങൾ സംഘമായി കടന്നു വരാൻ തുടങ്ങി.
ആ സംഘത്തിലാണ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. ആ സംഘത്തിലാണ് അബൂ സുഫിയാൻ എന്നവരുടെ ഭാര്യ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കടിച്ചു തുപ്പിയ ഹിന്ദ് റളിയല്ലാഹു അൻഹ ആ സംഘത്തിൽ കടന്നു വന്നവരാണ്. ഒരുപാട് ആളുകൾ വന്നു. ആയിടക്കാണ് ഹുനൈൻ എന്ന യുദ്ധം നടക്കുന്നത്. ത്വായിഫിലേക്ക് പോകുന്ന വഴിയാണ് ഹുനൈൻ. മക്കം ഫതഹ് നടന്ന ഉടനെ ബനൂ സഖീഫ് ഗോത്രക്കാരും അവരുടെ ഉപഗോത്രക്കാരുമായി നടന്നൊരു യുദ്ധം. ആ യുദ്ധത്തിലാണ് ഓരോ സ്വഹാബിക്കും 100 വീതം ഒട്ടകങ്ങൾ ഗനീമത്ത് ലഭിച്ചിട്ടുള്ള യുദ്ധം ഹുനൈൻ നടന്നത് മക്കം ഫതഹിന്റെ ശേഷമാണ്. അങ്ങോട്ട് വിജയിച്ചു. ഇസ്ലാം അടിച്ചു കയറാൻ. എത്രത്തോളം എന്നാൽ പറയുമായിരുന്നു, ഇനി ഒരിക്കൽ പിശാചിന് ഇനി പ്രതീക്ഷ പോലുമില്ല ഈ അറബ് രാജ്യങ്ങളിൽ. ഇനി അവൻ ആരാധിക്കപ്പെടുമെന്ന് പിശാചിന് പ്രതീക്ഷ പോലുമില്ല. അല്ലാഹുവെ അല്ലാതെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ജീവിക്കാൻ പോകുന്നില്ല. ഇസ്ലാം മാത്രമേ ഉണ്ടാവൂ. എവിടൊക്കെ? യമൻ, ഒമാൻ, UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ജസീറത്തുൽ അറബ്. ഈ രാജ്യങ്ങളിൽ ഇസ്ലാമല്ലാത്ത മറ്റൊരു മതം ആ രാജ്യക്കാരുടെ മതമായിട്ട് ഇവിടെ വരാൻ പോകുന്നില്ല. നാട്ടുകാർ വന്ന് വാർക്കുന്നുണ്ടാവും, അതല്ല പറഞ്ഞേ. പിശാചിന് പോലും നിരാശ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ അവനിനി നിങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കും, 4 സംഘടന ഉണ്ടാക്കും. ഒരുമിച്ച് ജീവിച്ചു കൊണ്ടിരിക്കെ, നിങ്ങൾ ഒരേ ആശയത്തിലുണ്ടായിരിക്കെ നിങ്ങളിൽ വിഘടനം അവൻ സൃഷ്ടിക്കും. അതുമാത്രമോ, മദ്യത്തിലേക്കും വ്യഭിചാരത്തിലേക്കും അവൻ നിങ്ങളെ കൊണ്ടുപോകും. ഇത് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് വഫാത്തിന്റെ അടുത്ത സമയത്ത് പോലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം കൂട്ടമായി ഇദാ ജാഅ നസ്റുല്ലാഹ് വൽ ഫത്ഹ്, വിജയങ്ങൾ അല്ലാഹു നൽകി കഴിഞ്ഞാൽ, മക്കം ഫത്ഹ് വിജയിച്ചു. ആ സമയത്ത് കഅബയുടെ താക്കോലിന്റെ സൂക്ഷിപ്പുകാരൻ ഉസ്മാൻ ഇബ്നു അബീ തുൽഹ. അന്നൊരിക്കെ നബി തങ്ങൾ മക്കയിലേക്ക് വന്നപ്പോൾ ഉംറ ചെയ്യാൻ വന്നപ്പോൾ ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അബീ തുൽഹ. 2-3 ഉസ്മാൻ ഉണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ നമുക്കറിയാം. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സ്വഹാബി ഉണ്ട്. ഇത് ഉസ്മാൻ ഇബ്നു അബീ തുൽഹ. അവരാണ്, അദ്ദേഹമാണ് കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ. ഉസ്മാൻ, ഈ താക്കോൽ തരുമോ, ഞാൻ കഅബ തുറക്കട്ടെ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് തരൂല്ല എന്ന് പറഞ്ഞു. തരൂല്ല. എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു പോന്നു. മക്കം ഫതഹ് നടന്നു. മക്ക നഗരം വിജയിച്ചു. ആ സമയത്ത് കഅബാലയം തുറക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബയെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. താക്കോൽ ഇവിടെ ഉസ്മാൻ ഇബ്നു അബീ തുൽഹയാണെങ്കിലോ സ്വന്തം ഉമ്മാന്റെ കയ്യിൽ കൊടുത്തു. അന്ന് അറബികൾക്ക് പ്രായമുള്ള പെണ്ണുങ്ങൾ വലിയ പേടിയാണ്. പെണ്ണുങ്ങളടുത്ത് കിടക്കൂല, അവരടുത്ത് പോവില്ല. ചാവി കൊടുത്തു. നബി തങ്ങൾ പറഞ്ഞു, ബിലാൽ ചാവി മേടിച്ചു കൊണ്ടുവരും, കഅബ തുറക്കുകയാണ്. അന്ന് നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അബീ തുൽഹ, ഒരു സമയം വരും കേട്ടോ, ഞാൻ അന്ന് കഅബയുടെ താക്കോൽ ചോദിക്കും, നിങ്ങൾക്കന്ന് തരേണ്ടി വരും, ഞാനത് തുറക്കും, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ അകത്ത് കടത്തും, അങ്ങനത്തെ ഒരു സമയം വരുന്നുണ്ട് കേട്ടോ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രസകരമായ സംഭവം അതല്ല. അന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ബിലാൽ നിങ്ങൾ പോയിട്ട് ആ ചാവി മേടിച്ചു കൊണ്ടുവരും, കഅബയുടെ താക്കോൽ. ഉസ്മാൻ ഇബ്നു അബീ തുൽഹ താക്കോൽ എടുക്കുന്നു പറഞ്ഞു. അതിന്റെ ഉമ്മാന്റെ അടുത്താണ്. ഉമ്മാന്റെ അടുത്ത് പോയിക്കോളിയതാണ്. ഉമ്മ കത്തി പിടിച്ച് നിൽക്കുക. താക്കോൽ ചോദിച്ചാൽ ഞാൻ കൈവെട്ടുന്നു. ബിലാൽ എന്താണ് പടച്ചോനെ എന്ന് പേടിച്ച് തിരിച്ചോടി. നബിയെ കത്തി പിടിച്ചിട്ടാണ് നിൽക്കണത്. ഉസ്മാനിന്റെ ഉമ്മ കിട്ടൂല എന്ന് പറഞ്ഞു. അല്ല ഉമർ റളിയല്ലാഹു അൻഹു, നബിയെ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. നിങ്ങൾ പോയിക്കോളിന്ന്, ചാവി വേണ്ടിയാണ്. യാ ഉമ്മ ഉസ്മാൻ, ഉസ്മാന്റെ ഉമ്മ, ദാ ഉമർ ചാവി പിടിച്ചോ. സുബ്ഹാനല്ലാഹ്, പേര് ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ദാ ഉമർ ചാവി എടുത്ത് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. ചാവി തരുന്ന പോലും ചോദിക്കേണ്ട സമയം കിട്ടിയില്ല ഉമർ തങ്ങൾക്ക്. യാ ഉമ്മ ഉസ്മാൻ, ഒരൊറ്റ വിളിയാണ്. ഉസ്മാന്റെ ഉമ്മ അവിടെ അല്ലേ? ഉമർ ദാ ചാവി. സുബ്ഹാനല്ലാഹ്, അങ്ങനെ എടുത്തു കൊണ്ടുപോയി തുറന്ന സമയമാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. മക്ക നഗരം ഫത്ഹാവുകയും ഇസ്ലാമിന് വലിയ വിജയം ലഭിക്കുകയും ചെയ്ത സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു ഇറക്കി കൊടുക്കുന്ന സൂറയാണിത്. ഇങ്ങനെ ഒരു വിജയം നടന്നാൽ ഇസ്ലാമിൽ ആളുകളുടെ എണ്ണം കൂടുകയും ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും അള്ളാഹു വലിയൊരു നിഅമത്ത് തരാ.
ഇസ്ലാമിന് വലിയൊരു വിജയം തന്നിട്ട് ഖുർആനും സ്റ്റോപ്പായി, അഷ്റഫുൽ ഖൽഖ് തങ്ങളും യാത്ര പിരിഞ്ഞു പോവാൻ. അള്ളാഹുവിന്റെ ഒരു ഹിക്മത്ത് നോക്കൂ, വലിയൊരു നന്മ തന്നിട്ടാ പിന്നെ യാത്ര പോകുന്നത്. ആ നന്മ ലഭിച്ചവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കിട്ടിയവരിൽ, ഈ രാവാണതെങ്കിൽ ഇന്ന് പാപമോചനം വിധിക്കപ്പെടുന്നവരിൽ, അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് ഇഅ്തിഖ് ചൊല്ലപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. എപ്പോഴാ വന്നത്? പഠിച്ചോൻ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്ര ആവണം, കാരണം നമ്പർ പ്ലേറ്റ് ചോദിക്കണ പോലെ അല്ലേ? കാരണം നമ്പർ പ്ലേറ്റ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റും, എന്റെ ഫാൻസി നമ്പറൊക്കെ വേണം. അങ്ങനെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളാരും ചോദിച്ചിട്ടില്ലല്ലോ പഠിച്ചവനോട്. എപ്പോഴാ വന്നത്? അള്ളാഹ് തീരുമാനിച്ചപ്പോ. ഹയാത്ത് ജീവിതം അള്ളാഹു തന്നപ്പോൾ ആയേ നമ്മൾ ഇങ്ങോട്ട് വന്നു. ഖദാലേ ചലി, അള്ളാഹുവിന്റെ വിധി നമ്മളെ കൊണ്ടുപോകുമ്പോൾ ചലേ ഇവിടെ നമ്മൾ പോവുകയാണ്. അപ്പിനി ഖുശി സേ ആയേ ന അപ്പിനി ഖുശി ചലേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്തല്ല വന്നത്, ഇനി ഇഷ്ടപ്പെടുന്ന ഒരു നേരത്തുമല്ല ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ആഹ് ആഹ് ക്യാ ആയേ റിയാസേ ദഹർ മേ ഹം ക്യാ ഗയേ ജിന്ദഗി കി ഷാഖ് മേ ഫൂട്ടേ ഖിലേ മുർജാ ഗയേ. എന്താപ്പ നമ്മൾ ഈ വന്ന ലോകം? ക്യാ ആയേ, നമ്മളിപ്പോ എന്താപ്പ വന്നത്? ക്യാ ഗയേ, എന്താണ് ഈ പോക്ക്? ജിന്ദഗി കി ഷാഖ് മേ, ജീവിതത്തിന്റെ ശിഖരത്തിൽ ഫൂട്ടേ ഖിലേ മുർജാ ഗയേ, ചില മുട്ടുകൾ വിരിയുകയും പിന്നെ അത് വാടിപ്പോവുകയും ചെയ്ത പോലെ അങ്ങനെ വന്നു. അല്ല, ഗൾഫിലൊക്കെ പോയി കുറച്ച് പോരൊക്കെ എടുത്തു, കുറച്ച് ബിസിനസ്സൊക്കെ തുടങ്ങിയ കാഞ്ഞങ്ങാട് അൽഹംദുലില്ലാ വളരെ റാഹത്താ. പിന്നെ എന്തേ ആള് മരിച്ചു? എന്തിപ്പോ സംഭവിച്ചത്? ഒരു പൂ ഇങ്ങനെ വിടർന്നിങ്ങനെ അങ്ങനെ പോയ പോലെ ജീവിതം ഇങ്ങനെയാ. ഒന്നിങ്ങനെ ദൂരെ നിന്നങ്ങനെ വീക്ഷിച്ചാൽ ഇതാണ് ജീവിതം, ഒരു മനുഷ്യന്റെ ജീവിതം. വളരെ കുറച്ച് നേരത്തേക്ക് വന്നൊരു ലോകമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചുവല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതെങ്കിലും ഒരു ഹദീസ് ഞാനുണ്ടായിരിക്കെ, നിങ്ങളില്ലാത്ത സമയം, അല്ലെങ്കിൽ നിങ്ങളുണ്ടായിരിക്കെ ഞാനുണ്ടായ സമയം, അങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ എനിക്കറിയാത്തത് നിങ്ങൾക്കും നിങ്ങൾക്കറിയാത്തത് എനിക്കും അറിഞ്ഞിരിക്കാം. പക്ഷേ അലിയെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? എനിക്കൊരു സംശയമുണ്ട്. സംശയം ഇതാണ്, ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ അവരോട് ഒരു നിലക്കും അവർ നമ്മളോട് ഒരു ഉപകാരവും ചെയ്തു തന്നിട്ടില്ല, നമ്മളുമായി ഒരു ബന്ധവും ഇല്ല. പക്ഷേ നമുക്ക് അവരോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു. ചില ആളുകളെ കാണുമ്പോൾ ഒരു അടുപ്പം തോന്നുന്നു, പരിചയപ്പെടണം തോന്നുന്നു. ചിലരെ കാണുമ്പോഴേ ദേഷ്യം തോന്നുന്നു. അയാൾ ഒന്നും നമ്മോട് ഇങ്ങോട്ട് ചെയ്തിട്ടില്ല, ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് അയാളോട് ദേഷ്യമാണ്. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? എന്താ ഇതിന് കാരണം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനെ സംബന്ധിച്ചൊരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ അർവാഹു ജുനൂദും മുജന്നദ തൽതഖി ഫിൽ ഹവാ ഫമാ തആറഫ മിൻഹ ഇഖ്തലഫ് വമാ തനാകറ മിൻഹ ഇഖ്തലഫ്. ആത്മാക്കളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ചെറിയ അണുക്കളായി ഒരുമിച്ച് ചേർന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. ചെറിയ അണുക്കളായിട്ട്, മിഥില ദറാരി, ലൈക്ക് ആറ്റംസ്. കോടാനുകൂടി മനുഷ്യന്മാരില്ലേ, ഇനി വരുന്നവരും വന്നു പോയവരൊക്കെ, ഇവരൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ കൊച്ചു കൊച്ചു അണുക്കളായി, ചെറിയ സാധനങ്ങളായി. തൽതഖീ ഫിൽ ഹവാ, വായുവിൽ കണ്ടുമുട്ടുന്ന അവസരം ഒരുപാട് കാലം അള്ളാഹുവിന്റെ മുമ്പിൽ അവർ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലാണ് അള്ളാഹു ചോദിച്ചത്, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബല, അതേ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബാണ്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ. ഇത് ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ ദുന്യാവിലേക്ക് വരുമ്പോൾ ഞാൻ പ്രവാചകന്മാരെ അയക്കുമെന്ന് അള്ളാഹു പറയുന്ന പോലെ അമ്പിയാക്കന്മാർ ഓർമ്മപ്പെടുത്താൻ വന്നവരാ. നമ്മൾ ആദ്യം ഇത് അറിഞ്ഞിട്ടുണ്ട്, പടച്ചവനാ നമ്മുടെ റബ്ബ്. അള്ളാഹു എന്ന സൃഷ്ടാവുണ്ട്. അത് ഏത് നിരീശ്വരവാദിയും ഒറ്റക്കൊരു പെട്ടുപോയാൽ ഓനും വിളിക്കും അള്ളാഹുവിനെ, ഒരു സൃഷ്ടാവിനെ വിളിക്കും. ദുന്യാവിക്ക് വരുന്നതിന്റെ മുമ്പ്, ആദം നബിയുടെ സൃഷ്ടിപ്പിന്റെ ഈ മുമ്പ് നമ്മളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മളൊക്കെ വന്നിട്ടുണ്ട്. മീനാപ്പീസുകാർ നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയത് പല നാട്ടുകാരുണ്ടാവും, ഇവിടുത്തെ നാട്ടുകാരെ വിശേഷിച്ചും നമ്മളൊക്കെ അന്ന് അവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ അന്ന് കണ്ടുമുട്ടിയവർ ദുന്യാവിൽ വന്നാൽ കണ്ടുമുട്ടുന്നതാണ്. അന്ന് അവിടെ പരിചയപ്പെട്ടവർ ഇവിടെ വന്നാൽ പരിചയപ്പെടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരാൻ കാരണം. നമ്മുടെ സംഘാടകർക്ക് ഈ മൂല്യരെ വിളിക്കണം തോന്നിയത് നമ്മളന്ന് കണ്ടുമുട്ടിയതുകൊണ്ടാണ്. അന്ന് ആരൊക്കെ അവിടെ പരിചയപ്പെട്ടോ സ്നേഹത്തിലായി അവർ ദുന്യാവിൽ വന്നാൽ നല്ല പരിചയത്തിലും സ്നേഹത്തിലും ആയിരിക്കുന്ന
അന്ന് അവിടെ പരസ്പരം വെറുത്തവർ ഇഖ്തലഫ, ദുന്യാവിൽ വന്നാൽ അവരൊരിക്കലും യോജിക്കൂല. എന്ത് സംയമനം പറഞ്ഞാലും നമുക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് പറയും, എഴുന്നേറ്റ് പോകും. സംയമന മീറ്റിങ്ങുകളൊക്കെ പരാജയപ്പെടും. അത് അന്ന് അവിടെ വെച്ച് എന്തോ ഒരു ഉന്തും തള്ളും കൂടിയിട്ടുണ്ട് എന്നതിന് സാരമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മഹായാത്രയിലാണ് നമ്മളുള്ളത്. അന്ന് നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ആലമുൽ അർവാഹിൽ. ആ കാലം ഒരുപാട് വർഷങ്ങൾ നമ്മൾ ജീവിച്ചു. അതിന് ശേഷം ആദം നബി അലൈഹിസ്സലാമിനെ പടക്കപ്പെടുന്നത്. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിന്റെ മുതൽ ഇന്നേക്ക് വരെ ഉദ്ദേശം ഏകദേശം നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരുടെ കണക്കല്ല, ബൈബിൾ പണ്ഡിതന്മാർ വെച്ച പ്രവാചകന്മാരുടെ കാലങ്ങളെ ഗണിച്ചുകൊണ്ട് അവർ പറയുന്നത് ആദം നബി അലൈഹിസ്സലാം വന്നുപോയത് ഇവിടുന്ന് ഒരു ഉദ്ദേശം 19,000 20,000 കൊല്ലത്തിന്റെ ഇടക്കാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ആദം നബിന്റെ കാലത്തേക്ക് നോക്കിയാൽ ഒരു 20,000 കൊല്ലമുള്ളൂ മാക്സിമം. അതുവരേക്കും നമ്മൾ ആലമുൽ അർവാഹിലാണ്. പിന്നെ ആദം നബിയെ പടച്ചു. നമ്മൾ പിതാവിന്റെ മുതുകിലൂടെ സൈക്കിളുകളായി നമ്മൾ തിരിഞ്ഞ് ഒരു തലമുറകളായി കടന്നു വന്നു. നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കടന്നു വന്നു. രണ്ടാമത്തെ ഒരു ജീവിതം, ദ നെക്സ്റ്റ് റെലം ഓഫ് ലൈഫ്, അത് ഉമ്മയുടെ ഉദരത്തിലാണ്. അവിടെ 9 മാസം 10 മാസം അറബ് കണക്ക് പ്രകാരം 10 മാസം നമ്മൾ ജീവിച്ചു. ഭൂമിയിലേക്ക് വന്നു. ഇത് 3ാമത്തെ ജന്മമാണ്. 3ാമത്തെ ജന്മം എന്നല്ല, 3ാമത്തെ ജീവിതത്തിന്റെ ഘട്ടമാണ്. ഇനി ഇത് ഒരു 70-80 വർഷമൊക്കെ ജീവിച്ച് മരിച്ചു പോകണം. നമ്മൾ പള്ളിക്കാട്ടിലേക്ക് മറവ് ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. മരിച്ചു പോകും, മറവ് ചെയ്യുമ്പോൾ എവിടെ ഒരാൾ മരിക്കുന്നു അവിടെ അയാളെ ഖബറാ. ഒരാൾ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്തു, ഇന്തോനേഷ്യൻ ഫ്ലൈറ്റിലൊക്കെ പോയത്, അവർക്കും ഖബറില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, അവരുടെ ഖബറാണ്. വായുവിൽ പൊടിയായി പോയിട്ടുണ്ട്, അവനും ഖബറുണ്ട്, ഖബർ ശിക്ഷയുണ്ട്. ഖബർ ജീവിതം, മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം. ആയിരക്കണക്കിന് വർഷം ചിലപ്പോൾ കാത്തു കിടക്കേണ്ടി വരും. ഈ ലോകത്തിന്റെ അവസാനം എന്നാണോ സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഊതുന്നത്, ആ സമയം വരെ ഖബറിൽ കാത്തു കിടക്കുകയാണ്. പിന്നെയാണ് എഴുന്നേൽക്കുന്നത് 2ാമത്തെ ഊത്തിൽ. അതാണ് ആഖിറ. ആ വലിയ ലോകത്തേക്ക് വേണ്ടി യാത്ര പുറപ്പെട്ട ആളുകളാണ് നമ്മൾ. 1ാം യാത്ര കഴിഞ്ഞു, 2ഉം കഴിഞ്ഞു, ഇപ്പൊ 3ാമത്തെ യാത്രയുടെ ഘട്ടത്തിലാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു ഘട്ടം കൂടെ ഉണ്ട് ഖബർ. അത് കഴിഞ്ഞാൽ നമ്മൾ അനശ്വരമായ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അള്ളാഹു യാത്ര നമുക്ക് എളുപ്പാക്കി തരട്ടെ. ഓരോ ഘട്ടത്തോടും യാത്ര ചോദിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരിക്കൽ യാത്ര ചോദിച്ച ആ ലോകത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കൂല എന്നാണ്. ചിലരൊക്കെ പറയും സ്വർഗത്ത് പോയാൽ ബോറടിക്കൂലേന്ന്. സ്വർഗത്ത് പോയാൽ ബോറടിക്കൂലേന്ന്. പടച്ചോനെ, അവിടെ മരണമില്ല. ലാ യമൂതൂന ഫീഹാ വലാ യഹ്യൗൻ. അവിടെ മരിക്കൂല, ജീവിക്കൂല, ഒരിക്കലും മരണമില്ലാത്ത ലോകമാണ്. അപ്പോൾ ബോറടിക്കൂല കുറേ കാലം നിന്നാലേ. ഞാൻ ചോദിക്കാറുള്ളത് അങ്ങനെ, നമ്മൾ ഇവിടെ ബോറടിക്കുമോ? നമുക്ക് നല്ല ആരോഗ്യം, ആയുസ്സും, കയ്യിൽ പൈസയൊക്കെ അള്ളാഹു തന്നു, ഒരു ബാക്ക് പെയിനും ഇല്ല, കാലിനും കയ്യിനും ഒരു കുഴപ്പമില്ല. ചെറുപ്പക്കാരനായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ചു 1000 കൊല്ലം. ആർക്കെങ്കിലും തോന്നുമോ മരിച്ചുപോയി ഖബറിൽ കിടക്കാൻ? നമ്മൾ ഏകദേശം പ്രായമാകുമ്പോൾ തോന്നുകയാണ് കയ്യും കാലൊന്നും വയ്യ, നടക്കാൻ വയ്യ, ഇനിയിപ്പോൾ അള്ളാഹു വിളിച്ചാൽ പോകാം. അങ്ങനെ മനസ്സുകൊണ്ട് അള്ളാഹു നമ്മെ മനസ്സിനെ പാകപ്പെടുത്തും അള്ളാഹിൻ്റെ അടുത്തേക്ക് വരാൻ. പ്രായമാകുമ്പോൾ ചെറുപ്രായത്തിൽ തോന്നുന്നില്ല. ചെറുപ്പക്കാർക്ക് മരണത്തെപ്പറ്റി ചിന്തിക്കാനൊക്കെ സമയമില്ല. പക്ഷെ കുറച്ച് പ്രായമായ ഒരു 80-90 വയസ്സൊക്കെ ആയി ശരീരമൊക്കെ വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ്. ഇനിയിപ്പം തിരിച്ചുപോക്ക് ഏതായാലും ഇല്ല. ഇനിയിപ്പോൾ പഴയ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റൂല. ഇനി കുറഞ്ഞു വരിക. ഇനി അള്ളാഹു വിളിച്ചാൽ പോകാം, ഇനി ഒരുങ്ങി നിൽക്കാം. മനസ്സിനെ അള്ളാഹു പ്രിപ്പയർ ചെയ്യുക, ശരീരത്തെ ക്ഷീണിപ്പിച്ചിട്ട്. അള്ളാഹു നമ്മളെല്ലാവർക്കും ആഫിയത്തോടുള്ള ദീർഘായുസ്സ് അള്ളാഹു തരുമാറാകട്ടെ. അപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മരിക്കാൻ ആർക്കാ ആഗ്രഹം? ആരോഗ്യം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് മരിക്കാൻ ആർക്കും ആഗ്രഹമുണ്ടോ? എത്ര വയസ്സായാലും എന്താ, ഒരു കുഴപ്പമില്ല. അപ്പം ഇവിടെ നമുക്കത് ബോറടിക്കണില്ല. പിന്നെ സ്വർഗത്തിലും ബോറടിക്കൂല. അവിടെ എത്തിയാൽ മതി. ബോറടി അല്ലാത്തൊക്കെ നമുക്ക് പിന്നെ പരിഹരിക്കാം. അവിടെ എത്താനുള്ള പണി നോക്കുക നമ്മൾ. അള്ളാഹു നമ്മൾ എത്തിക്കുമാറാകട്ടെ. അപ്പം വലിയ ആ ഒരു യാത്രയ്ക്ക് വേണ്ടി പോവാണ്. അതുകൊണ്ട് ചിലർ ചോദിക്കും, സ്വർഗത്തിലെത്തിയാൽ എല്ലാം ആഗ്രഹിച്ചത് കിട്ടുമോ? ആ കിട്ടും. എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ മീനാ പീസിലെ പുരക്കൽ പോകാൻ ആഗ്രഹം ഉണ്ടല്ലോ, അതിപ്പോൾ നടക്കുമോ? പിന്നെ മീനാ പീസൊക്കെ അവിടെ ഉണ്ടാവുമോ? കാഞ്ഞങ്ങാടൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ സംശയം വരും. വല്ല പറയണത് എന്താണെന്നറിയോ? ഉമ്മയുടെ ഉദരത്തിൽ കിടന്ന ഒരു ലോകം പരിചയപ്പെട്ട് അവിടെ ഇടുങ്ങിക്കിടന്നിട്ട് നമ്മൾ ഈ ദുന്യാവിലേക്ക് പ്രസവിച്ചു വീണവരാണ്. അങ്ങനത്തെ നമ്മളോട്, ഈ ലോകത്ത് ഓടിച്ചാടി നടന്ന നമ്മളോട് ഇനി ഉമ്മയുടെ ഗർഭാശയത്തിൽ പോയി അവിടെ പോയി ചുരുണ്ട് കിടക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. അതുപോലെയാണ് സ്വർഗലോകത്തേക്ക് എത്തിയാൽ ഈ ലോകത്തേക്ക് വരാൻ ഒരാഗ്രഹവും അവർക്ക് തോന്നില്ലെന്ന് നമ്മുടെ ഉലമാ പഠിപ്പിക്കുകയാണ്. സ്വർഗലോകം അങ്ങനെയാണ്. അങ്ങോട്ട് നോക്കിയാൽ ഇവിടുന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് തിരിച്ചുപോയി കിടക്കാൻ തോന്നുന്നില്ലല്ലോ. അല്ലാഹ്, അത് എത്ര ചെറിയ സ്ഥലം, കൈ നീട്ടാൻ വരെ വയ്യല്ലോ, ഒന്ന് കോട്ടുവായിടാൻ വരെ വയ്യ, പിന്നെ എന്തിനാ ഞാൻ അവിടെ പോയി കിടക്കണത്? അതുപോലെയാണ് ഈ ലോകവും നാളെ പരലോകത്തെ സ്വർഗവുമെന്ന്. സുബ്ഹാനല്ലാഹ്.
കഴിഞ്ഞുപോയ ഘട്ടത്തിലേക്ക് തിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല, നമുക്ക് തിരിഞ്ഞു പോകാൻ ആഗ്രഹം തോന്നുന്നില്ല. മുന്നോട്ടാണ്. ആ ഒരു യാത്ര മുന്നോട്ട് പോയി ജന്നത്തുൽ ഫിർദൗസ് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. സലുല്ലാഹൽ ഫിർദൗസൽ അഅല, അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തിന്റെ ഏറ്റവും ഉന്നതമായ ആ സ്ഥാനം നിങ്ങൾ ചോദിക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൽ ജന്നത ലിൽ ബുൽഹ് വ ഇന്നൽ ഇല്ലിയീന ലിഉലിൽ അൽബാബ്. സാദാ സ്വർഗം എന്ന് പറയുന്നത് ബുദ്ധിയില്ലാത്തവർക്കുള്ളതാണ്. സാദാ സ്വർഗം എനിക്കണ്ട് എത്തിക്കിട്ടിയാൽ മതി, ബാക്കിയൊന്നും പ്രശ്നമല്ല. ഗൾഫിൽ എത്തിയാൽ മതി പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വിസ സംഘടിപ്പിച്ചാൽ മതി. അത് കഫ്തീരി ആയാലും കുഴപ്പമില്ല, ഗ്രോസറി ആയാലും കുഴപ്പമില്ല, എനിക്ക് അങ്ങോട്ട് എത്തിയാൽ മതി. എന്തെങ്കിലും സംഘടിപ്പിച്ചതാ, എന്നാൽ ശരി, ഒരു ഗ്രോസറി വിസ അയച്ചു കൊടുത്തു. 1 മാസമൊക്കെ നിൽക്കുള്ളൂ, പിന്നെ ഒരു അസുഖം തുടങ്ങൂലേ, പടച്ചോനെ ഞാൻ വന്ന് പെട്ടല്ലോ, ഇത് പോരല്ലോ. അപ്പൊ നമുക്ക് ഇതേ തോന്നൽ വരാൻ പോവുകയാണ് നാളെ സ്വർഗത്തിലെത്തിയാൽ. ഇപ്പൊ തോന്നും സ്വർഗത്തെത്തിയാൽ നരകത്തിന് രക്ഷപ്പെടല്ലേ പിന്നെ ലക്ഷ്യമുള്ളൂ. അല്ലല്ല, അവിടെ എത്തിക്കഴിഞ്ഞാൽ പടച്ചോനെ ഞാൻ 2 റക്അത്ത് ഏറെ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമായിരുന്നല്ലോ റബ്ബേ, ഞാൻ അവിടെ വെറുതെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഞാനൊരു റമദാനെ നോറ്റുള്ളൂ, അതിന് ശേഷമുള്ള സുന്നത്തുകളോ ഒന്നും എടുത്തില്ലല്ലോ പടച്ചോനെ, എനിക്കൊരു നന്മ ചെയ്തെങ്കിൽ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് എത്താമായിരുന്നല്ലോ എന്ന് സ്വർഗവാസികൾ കൊതിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ടാണ് ഇന്നൽ ജന്നത ലിൽ ബുൽ, സാദാ സ്വർഗം, വെറും ഒരു സ്വർഗം കിട്ടിയാൽ മതി, ഇത് ബുദ്ധിയുള്ളവർ പറയൂല എന്നാണ്. ഇന്നൽ ഇല്ലിയീന ലിഉലിൽ അൽബാബ്, ബുദ്ധിമാനികൾ ചോദിക്കുന്നത് അല്ലാഹുവേ ഞങ്ങൾക്ക് ഇല്ലിയീൻ തരേണമേ എന്നാണ്. യാത്രയുടെ അവസാനം എത്തിപ്പെടേണ്ട സ്ഥലം ഇല്ലിയീൻ. എന്താ പ്രത്യേകത അറിയോ? അവിടെയാണ് അള്ളാഹുവിനെ കാണാൻ പറ്റുന്നത്, അവിടെയാണ് അള്ളാഹുവിനെ നോക്കി നിൽക്കാൻ പറ്റുക, അള്ളാഹുവിനെ കാണാൻ പറ്റുക. റബ്ബിനോട് ദുആ ചെയ്യണമെന്ന, അള്ളാഹുവേ അല്ലാഹുമ്മ ർസുഖ്നാ ലദ്ദത്തൻ നദ്രി ഇലാ വജ്ഹിക്, നിന്റെ പരിശുദ്ധ മുഖത്തേക്ക് നോക്കിയിരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരയണമേ എന്ന് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ ഇമാമ് നിന്നു. അപ്പോൾ ആളുകൾ നിസ്കാരം പെട്ടെന്ന് തീർത്തപ്പോൾ ആൾക്കാർ ചൂടാവുമല്ല, എന്തിപ്പോ നിങ്ങൾ പെട്ടെന്ന് നിസ്കാരം നിർത്തിയത്? നമ്മൾ നേരെ മറിച്ചാ തറാവീന് നിസ്കാരം നീട്ടുകയാണെങ്കിൽ മുമ്പേ പിരിച്ചുവിടും, അടുത്തല്ല പറ്റൂല. നിസ്കാരം എന്തേ ചുരുങ്ങിയത്? നമ്മൾ അങ്ങനെ ആരോടെങ്കിലും കംപ്ലൈന്റ് പറയാറുണ്ടോ? എന്താ നിസ്കാരം ദീർഘം പോരല്ലോ, ഒരൽപ്പം ധൃതി പിടിച്ച് നിസ്കരിക്കാം, വല്ലാണ്ട് നീട്ടിക്കൂടാ, പിന്നിൽ ആവശ്യക്കാരും കച്ചവടക്കാരും യാത്രക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. പക്ഷേ അതിനൊക്കെ പകരം വലിയൊരു ചോദ്യം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിന്റെ ദൈർഘ്യം കുറഞ്ഞതിൽ വിഷമിക്കേണ്ട, അതൊക്കെ പരിഹരിക്കാൻ പറ്റിയൊരു ചോദ്യം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അല്ലാഹുമ്മ ർസുഖ്നാ ലദ്ദത്തൻ നദ്രി ഇലാ വജ്ഹിക്, പടച്ചവനെ നിന്റെ പരിശുദ്ധ ദാത്തിലേക്ക് നോക്കിയിരിക്കാനുള്ള ഭാഗ്യം നീ തരണേ പടച്ചവനെ, അള്ളാഹു നിന്നെ കാണിച്ചു തരണേ റബ്ബേ, ഇത് ഞാൻ എൻ്റെ നിസ്കാരത്തിൽ ചോദിച്ചിട്ടുണ്ടെന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല, ഇത് അഷ്റഫുൽ ഖൽഖ് എന്നെ പഠിപ്പിച്ച ദുആയാണ്, ഞാനത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി, അതുകൊണ്ട് സാരല്ല, അതൊക്കെ പരിഹരിക്കപ്പെടും എന്ന്. സുബ്ഹാനല്ലാഹ്, ഈ ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട്. റബ്ബേ നിന്നൊന്ന് കാണാൻ കൊതിയുണ്ടല്ലാ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നാ. അങ്ങനെ ഉണ്ടാവും. ഉലമാഇന്റെ വലിയ ചർച്ചയാണ്, പടച്ചോനെ സ്വപ്നം കാണോ ഇല്ലേ എന്ന്. റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണാൻ കൊതിക്കണം. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ, എമ്പാടും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ അള്ളാഹുവിന്റെ രൂപം എന്താണ് ഒന്നും അറിയില്ല. പക്ഷെ മഹാന്മാരിൽ ചില ആളുകൾക്ക് സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി അല്ലാമ ഇബ്നു സീരീൻ തങ്ങളെ പോലെയുള്ള റഈസുൽ മുഅബ്ബിരീൻ, സ്വപ്ന വ്യാഖ്യാനത്തിന്റെ മഹാന്മാരായ ഉലമാ എന്താണ് അതിന്റെ ആശയങ്ങൾ എന്നൊക്കെ ചർച്ച ചെയ്തിട്ട് പോലുമുണ്ട്. ചില മഹാന്മാർക്കുണ്ടായ സ്വപ്നത്തെ സംബന്ധിച്ച് അള്ളാഹുവിനെ കാണാൻ കൊതി തോന്നണം. അള്ളാഹു നിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ. നമ്മുടെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തേക്കുള്ള ചെറിയൊരു യാത്ര പറച്ചില ഈ ലോകത്തോട് നമ്മൾ യാത്ര പറയുന്നത്. അങ്ങനെ ഒരു യാത്ര പറഞ്ഞു പോവുകയാണ് നമ്മുടെ പരിശുദ്ധ റമദാൻ. ചാക്കും ഷഹ്റു റമദാൻ ഷഹ്റുൽ ബറക ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്റിൻ. ശഅബാൻ മാസം അവസാനിക്കാനിരിക്കെ, റജബ് കഴിഞ്ഞ് ശഅബാനിന്റെ അവസാനത്തേക്ക് എത്തിയപ്പോൾ മദീനയിലെ പള്ളിയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ നിർത്തിയിട്ട്, നിങ്ങൾക്കിതാ പരിശുദ്ധ മാസം വന്നിരിക്കുന്നു. ആ മാസം ഷഹ്റു ബറക, ഒരു ബറക്കത്തിന്റെ മാസമാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ 10 രൂപന്റെ ഉപകാരമല്ല നടന്നത്, ഒരു 100ന്റെ ഉപകാരം നടന്നു. 100 രൂപയ്ക്ക് 1000ന്റെ ഉപകാരം നടന്നു. 1000ന് ഒരു 10,000ന്റെ ഉപകാരം നടന്നു. ഇതാണ് ബറക്കത്ത്. കുറഞ്ഞ സമയം, 700 ചില്ലറ മണിക്കൂറേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ 84 വർഷത്തേക്കുള്ള കർമ്മങ്ങൾ കിട്ടാനുള്ള ചാൻസ്. അതാണ് കുറഞ്ഞ സമയം, ഒരുപാട് ഉപകാരം.
അങ്ങനത്തെ ഒരു മാസം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസമാണ് നമ്മിലേക്കും വന്നണഞ്ഞ് യാത്ര പോകാണ്. കഴിഞ്ഞ ഖുതുബകളിൽ ഇമാമുമാർ മുഴുവനും പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ. റമദാൻ, ഞാൻ നിന്നോട് യാത്ര ചോദിക്കട്ടെ, നിനക്ക് സലാം. അസ്സലാമു അലൈക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ. പാപമോചനം തരുമെന്ന് പറഞ്ഞ പാപമോചനത്തിന്റെ മാസമേ നിനക്ക് സലാം. അസ്സലാമു അലൈക യാ ശഹ്റർ റിദ്വാൻ. അസ്സലാമു അലൈക യാ ശഹ്റത് തറാവീഹ്. അല്ലാഹുവേ, നീ തറാവീഹ് സുന്നത്താക്കിയ മാസമാണ് റമദാനെ. നീ പോകുമ്പോൾ നിനക്ക് സലാം. യാത്ര പറഞ്ഞു കഴിഞ്ഞു, യാത്ര പറഞ്ഞു. ഇനി ആരാണ് അടുത്ത റമദാനിലേക്കുള്ളത്? ആർക്കൊക്കെയാണ് ഇനി ഒരിക്കലും ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാൻ ഭാഗ്യമുണ്ടാവുക? ആർക്കും അറിയില്ല. വലിയൊരു കരച്ചിലിന്റെ, സങ്കടപ്പെടലിന്റെ, പൊട്ടിക്കരച്ചിലിന്റെ, തേങ്ങലിന്റെ സമയമാണിത്. അല്ലാഹുവേ, ഈ പരിശുദ്ധ പുണ്യമാസത്തിന്റെ നിമിഷങ്ങളെ ഞങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റണില്ല. ദിവസവും രാത്രിയും തആഖുബുൽ ലൈലി വന്നഹാർ, ഈ രാവും പകലും മാറി മാറി കടന്നു പോകുന്നത് നീ ഈ പ്രപഞ്ചത്തിൽ വെച്ച ദിവസങ്ങളുടെ സംവിധാനം ഇങ്ങനെയാണ്. റമദാനിനെ പിടിച്ചു വെക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ പിടിച്ചു വെച്ചേനെ. കഴിയില്ലല്ലോ റബ്ബേ, പോവാൻ. ആ പുണ്യമാസം ഒരിക്കലൂടെ ഞങ്ങൾക്ക് തരയണമേ. പുണ്യപ്പെട്ട സ്ഥലങ്ങളോട് നമ്മൾ യാത്ര പറയും. ഹജ്ജിന് പോയാൽ തവാഫുൽ വിദാ ഉണ്ട്. മക്കയോട് യാത്ര പറഞ്ഞിട്ടൊരു സലാമുണ്ട്, ഒരു തവാഫുണ്ട്. കഅബാലയമേ, അല്ലാഹുവിന്റെ കഅബയെ, ഹജറുൽ അസ്വദേ, മഖാമു ഇബ്രാഹിമേ, ബിഇറു സംസമേ, സഫയെ, മർവയെ. ഇനി ഒരിക്കൽ ജീവിതത്തിൽ ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധിച്ചില്ലെങ്കിൽ ഇതെന്റെ അവസാനത്തെ കാഴ്ചയാണെന്ന് പറഞ്ഞ് തവാഫുൽ വിദാ. ഹജ്ജിന് പോകുമ്പോഴും ഉംറയ്ക്ക് പോകുമ്പോഴും ഉസ്താദുമാര് പറയില്ലേ, തവാഫുൽ വിദാ, യാത്ര പറയലിന്റെ ഒരു തവാഫുണ്ട്. മക്കയോട് യാത്ര പറയാറുണ്ട്. മദീനയോട് അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്തിയാൽ ആ പള്ളിയിൽ തഹയ്യത്ത് നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട പണി അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്ത് ചെന്ന് അവിടത്തോട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം. നബിയേ, അങ്ങാണല്ലോ ഞങ്ങൾക്ക് ദീൻ കൊണ്ടുവന്നത്, അങ്ങാണല്ലോ ഞങ്ങൾക്ക് അല്ലാഹുവിനെ പരിചയപ്പെടുത്തി തന്നത്, അങ്ങാണല്ലോ നബിയെ ഞങ്ങൾക്ക് ആഖിറം എന്താണെന്ന് പഠിപ്പിച്ചു തന്നത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് നബിയോട് നേരിട്ട് സലാം പറയുന്നു. നിസ്കാരത്തിൽ പറയണം നമ്മൾ, സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയെ നിങ്ങൾക്ക് സലാം. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് തങ്ങളുപ്പാപ്പ ഒന്നെന്ന് വിചാരിക്കുക, നമ്മൾ നിസ്കരിക്കുകയാണ്, പണക്കാട തങ്ങൾ വന്ന് വിചാരിക്കുക, വലിയ തങ്ങൾ വന്നു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. നമ്മൾ നിസ്കാരത്തിലാ, വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി അല്ലേ? അഭിസംബോധന ചെയ്തുകൊണ്ടൊരു സലാം ഒരു മനുഷ്യനോടും മഖ്ലൂക്കിനോടും പറയാൻ പാടില്ലാത്ത നിസ്കാരത്തിലാണ് എന്റെ റസൂലിനോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയെ നിങ്ങൾക്ക്. അത് ഇന്ത്യയിൽ അങ്ങേ കിഴക്കേ അറ്റത്ത് കേരളത്തിന്റെ ഒരു വടക്കേ മൂലയിലെ നമ്മുടെ വീനാപ്പീസിൽ വെച്ച് ദുആ ചെയ്യുന്ന നിസ്കരിക്കുന്ന നിസ്കാരത്തിലാണെങ്കിൽ പോലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. മദീനത്തെ പള്ളിയിലിരുന്ന് നിസ്കരിക്കുന്നവരും അത് പറയണം, വീനാപ്പീസിലെ പള്ളിയിൽ നിസ്കരിക്കുന്നവരും പറയുന്നത്, നമ്മുടെ ഉമ്മമാർ അവരുടെ പുരയിൽ നിസ്കരിക്കുമ്പോൾ പറയുന്നതും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയെ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ. നേരിട്ട് പറയല, മറ്റാരോടെങ്കിലും നേരിട്ട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. എന്റെ റസൂലിനോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ നിസ്കാരം സ്വഹീഹല്ല. അങ്ങനെയല്ലേ മസല? അത്തഹിയാത്ത് ഓതിയിലെ നിസ്കാരം ഉണ്ടോ? അത്തഹിയാത്തിന്റെ ഭാഗമാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. എന്തൊരു മനോഹരാണ്. നബിയെ നിങ്ങൾക്ക് മുമ്പിലുള്ള പോലെ കാണുന്നതാണ്. നബിയെ അങ്ങയോട് അള്ളാഹുവിന്റെ സലാം ഉണ്ടാണ്, അങ്ങേക്കുണ്ടാവട്ടെ. നബിന്റെ മേൽ അങ്ങനല്ല, അസ്സലാമു അലൻ നബി അല്ല, അസ്സലാമു അലൈക. അത് ആരോട് പറഞ്ഞാലും നിസ്കാരം ബാത്തിലാവും, തങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അങ്ങനത്തെ ഹബീബിനോട് നേരിട്ട് സലാം പറയാൻ മദീനയിൽ അവസരമുണ്ടായി.
മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാനും റൗള ഷരീഫ് എന്ന് പറയുന്ന റൗളത്തും മിൻ റിയാദുൽ ജന്നയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കാനും ഭാഗ്യമുണ്ടായി. ഏതാനും ദിവസങ്ങളോ മണിക്കൂറുകളോ മദീനയിൽ തങ്ങി മദീനയോട് യാത്ര പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖിനോട് യാത്ര പറഞ്ഞ് സലാം പറയേണ്ടതുണ്ട്. നബിയേ, ഇനിയൊരിക്കൽ അങ്ങക്ക് ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക്, അള്ളാഹു അങ്ങേക്ക് തെരഞ്ഞെടുത്ത നാട്ടിലേക്ക് ഇനി എനിക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ, ഇതെന്റെ അവസാനത്തെ വരവാണെങ്കിൽ ഞാനൊന്ന് സലാം പറഞ്ഞോട്ടെ നബിയേ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. യാത്ര പറഞ്ഞു പോരാണ്. സ്ഥലങ്ങളോട് യാത്ര പറഞ്ഞു പോരുന്നുണ്ട്. റമളാനിനോട് യാത്ര പറയുന്നുണ്ട്. പുണ്യ ദിവസങ്ങളോട് യാത്ര പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു യാത്ര പറച്ചിലാണ്. ദീർഘമായൊരു ജീവിതത്തിന്റെ ആർക്കെപ്പോൾ കണ്ടെത്താൻ പറ്റും? ആർക്കെപ്പോൾ ഇനി കണ്ടുമുട്ടാൻ പറ്റും? ഫിറാഖ്, അൽ ഫിറാഖു അശദ്ദു മിനൽ മൗത്ത്. മരണത്തെക്കാൾ താങ്ങാൻ പറ്റാത്തതാണ് വേർപാട്. അങ്ങനത്തെ ഒരു വേർപാടില്ല. റമളാനിന്റെ അവസാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി റമളാൻ വരുമ്പോഴേക്കും നമ്മൾ ക്യാൻസർ പിടിച്ച് മരിക്കുമോ? ആക്സിഡൻ്റായിട്ട് മരിച്ചു പോവുമോ? വല്ലവൻ്റെയും കത്തിക്ക് വിധേയമാകുമോ? വല്ല അപകടത്തിലും പെട്ട് മരിച്ചു പോകുമോ? നമുക്കറിയില്ല. പക്ഷേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളൊക്കെ റബ്ബേ നിനക്കുള്ളവരാണ്. ഇന്നാ ലില്ലാഹി, വി ഓൾ ബിലോങ് ടു യു അല്ലാഹ്. ഞങ്ങളുടെ ഉടമസ്ഥൻ നീയാണ്. നിന്റെ തടിയാണ് ഞങ്ങൾ ഈ ഉപയോഗിക്കുന്നത്. നിന്റേതാണ്, എന്റേതല്ല. നിന്റേതാണ് റബ്ബേ എൻ്റെ ശരീരം. വഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ നിന്നിലേക്ക് തിരിച്ചു വരാനുള്ളവരാണല്ലോ. ഞങ്ങളിവിടെ കുറെ കാലം നിൽക്കാൻ വന്നവരല്ല. കുറച്ചു കാലത്തേക്ക് നീ ഞങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗത്തിലേക്ക് വരാൻ കുറച്ച് ഭക്ഷണം ഒരുക്കാനുണ്ട്. ആ ഭക്ഷണം നിസ്കാരമാണ്, തറാവീഹാണ്, ഖിയാമുൽ ലൈലാണ്, ഖിറാഅത്തുൽ ഖുർആനാണ്, പൊതുസേവനമാണ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യലാണ്, സത്യം പറയലാണ്, നല്ല നിലക്ക് കച്ചവടം ചെയ്യലാണ്, മാതാപിതാക്കളെ ശുശ്രൂഷിക്കലാണ്, കുട്ടികൾക്ക്, മക്കൾക്ക്, ഭാര്യമാർക്ക്, സമൂഹത്തിന് സംരക്ഷണം കൊടുക്കലാണ്. ഇതൊക്കെ നീ ചെയ്യുന്ന ഞങ്ങൾക്കോട് ഒരുക്കാൻ പറഞ്ഞ പാഥേയമാണ്. ആ ഭക്ഷണം റെഡിയായി കഴിഞ്ഞാൽ നിന്റെ മുമ്പിലേക്ക് വന്ന് നിന്നെ കാണാൻ കൊതിക്കുന്ന കണ്ണുകളാണല്ലോ ഞങ്ങളുടേത്. ആ യാത്രക്കാണ്. യാത്രയെ പേടിക്കരുത്. മരിച്ചു പോകാന്ന് പറഞ്ഞ സംഭവത്തെ പേടിക്കരുത്. മരണത്തെ അല്ല പേടിക്കേണ്ടത്. നമ്മൾ അങ്ങനെയൊക്കെ മരണാന്തന്നൊക്കെ വേള പറഞ്ഞ് മരിക്കലാണ് പേടിച്ചു. മരണത്തെ പറ്റി പേടിപ്പിക്കാനും പാടില്ല ഉസ്താദ്മാർ. മരണത്തെ പറ്റിയല്ലേ പേടിപ്പിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ കയ്യിലുള്ളത്? അതാണ് വിഷയം. മരിച്ചു കഴിഞ്ഞിട്ട് എന്താ എൻ്റെ കയ്യിലുള്ളത്? അതാണ് വിഷയം. കുടുംബത്തോട് യാത്ര പറയൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ റിയാലിറ്റിയാണ്. നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞാലും ഇവിടുന്ന് പോയേ പറ്റൂ. എന്നെ മറവ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ പരക്കാരനെ പറയും കൊണ്ടുപോയി ഒന്ന് മറവ് ചെയ്തേക്ക്, വാസന വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ലോകമാണ്. ഇതിനെപ്പറ്റി ആലോചിക്കാൻ പറയാ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിൽ നിന്ന് മഹാവിജയവും ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള ഒരു മഹാരാത്രി കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്. ഇനി അങ്ങോട്ട് തസ്ബീഹിലും ദിക്റിലും അള്ളാഹുവിന്റെ സ്മരണയിലും കഴിച്ചുകൂട്ടണേ. റമദാൻ വന്നു പോയി. ലാ തകൂനൂ റമദാനിയീൻ കൂനൂ റബ്ബാനിയീൻ. നിങ്ങൾ അള്ളാന്റെ അടിമകളാകണം, റമദാനിന്റെ അടിമകളാവല്ലേ. റമദാന്റെ അടിമ എന്ന് പറഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്ന് അടിച്ചു പൊളിച്ചോ ഗാനമേളയും മ്യൂസിക്കൊക്കെ തുടങ്ങും. പിന്നെ കള്ളുകൂടിയായി, നിസ്കാരം ആക്കലായി, പള്ളിക്ക് തന്നെ വരുന്നില്ല, സുന്നത്തുമില്ല, ഫർളുമില്ല, ഒന്നുമില്ല. അല്ലല്ല, അവൻ റമദാനിന്റെ അടിമയാ. അതായിട്ട് കാര്യമില്ല. റമദാന്റെ റബ്ബാരാണ് അല്ലാഹു റബ്ബു റമദാന വശഅബാന വശവ്വാൽ. ശഅബാനിന്റെയും ശവ്വാലിന്റെയും റമദാനിന്റെയും റജബിന്റെയും വറജബ് മുദർ അല്ലേ, റജബിന്റെയും ഒക്കെ റബ്ബ് അല്ലാഹുവാണ്. ഈ ബോധം മനസ്സിലുണ്ടായി. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും ചൊല്ലിക്കോ. വസ്തഗ്ഫിറുഹു. അല്ലാഹുവേ പാപമോചനം തരണമേ, പുറത്തു തരണമേ എന്ന് ചോദിക്കിൻ. ഇന്നഹു കാന തവ്വാബാ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് ഈ സൂറത്ത് ഇറങ്ങിയതിന്റെ ശേഷം നിരന്തരമായി ചൊല്ലാറുള്ള ദിക്റായിരുന്നു ഇത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. ആ സൂറത്തിന്റെ ആശയാണ് ഫസബ്ബിഹ് സുബ്ഹാനല്ലാഹ് ബിഹംദി റബ്ബിക് വൽഹംദുലില്ലാഹി വസ്തഗ്ഫിറു അസ്തഗ്ഫിറുല്ലാഹ് ഇന്നഹു കാന തവ്വാബ വഅതൂബു ഇലൈഹി. റബ്ബേ നിനക്ക് സ്തുതി റബ്ബേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹുവേ
പാപമോചനം തരണമേ. ഒരു തെറ്റുപോലും ചെയ്യാത്ത അഷ്റഫുൽ ഖൽഖിനോട് ഖുർആനി പറയുന്നത് അവിടുത്തെ ഉമ്മത്തികൾ കണ്ട് പഠിക്കാനാണ്. അസ്തഗ്ഫിറുഹു, അല്ലാഹുവേ പാപമോചനം തരണേ. നബിതങ്ങൾ ചെയ്യുന്നത് മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ നബിതങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടവരാണ്, തങ്ങളെ നമ്മുടെ റോൾ മോഡലായി സ്വീകരിക്കേണ്ടവരാ. തങ്ങളിത് ചെയ്തിട്ടുണ്ട്, നമ്മളും ചെയ്യണം. അല്ലാഹ് പാപമോചനം തരണമേ. വസ്തഗ്ഫിറുഹു, സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു തംലഉ മാ ബൈനസ് സമാഇ വൽ അർദ്, ഹംദും അൽഹംദുലില്ലയും സുബ്ഹാനല്ലാഹയും ആകാശഭൂമികൾക്കിടയിലുള്ള മുഴുവൻ സ്പേസും നിറക്കാൻ മാത്രം അതിന് പ്രകാശമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും പറയുമ്പോൾ ആകാശ ലോകങ്ങൾക്കിടയിലുള്ള മുഴുവനും നിറയുന്നു. നമ്മളൊക്കെ പഠിച്ച കാലത്ത് ചെറിയ സംശയം ചോദിച്ചു, ഉസ്താദെ ഒരു സുബ്ഹാനല്ലാഹ് കൊണ്ട് നിറഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ സുബ്ഹാനല്ലാഹ് ഇപ്പോൾ എവിടെ പോയി നിൽക്കുക, സ്ഥലം ഉണ്ടാവില്ലല്ലോ അല്ലേ? അങ്ങനെ എന്തിക്കാറുണ്ടോ? ഒരു സുബ്ഹാനല്ലാഹ് കൊണ്ട് നിറയെന്ന് പറയുമ്പോൾ ഇത് വെളിച്ചം പോലെയാണെന്ന്. ഒരു ട്യൂബ് ഇട്ട് അവിടെ വെളിച്ചം കൊണ്ട് നിറഞ്ഞില്ലേ, ഇനി 2 ട്യൂബ് ഇട്ടു, അതവിടെ തന്നെ ഉണ്ട്. ഒരു 100 ട്യൂബ് അവിടെ കത്തിച്ചു, അപ്പോഴും അവിടെ സ്ഥലമുണ്ട്. സുബ്ഹാനല്ലാഹ്. തംലഉ മാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയെ നിറക്കാൻ മാത്രം സുബ്ഹാനല്ലാഹ്ക്ക് കഴിയും. വസ്തഗ്ഫിറു, പാപമോചനം ചോദിക്കിൻ. ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് ചെയ്തു പോയ തെറ്റുകൾക്ക് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലേ? നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട ദിക്ർ എന്താ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പഠിച്ചവനെ പുറത്തരണേ. നിസ്കാരം തെറ്റായതുകൊണ്ടാ? നിസ്കാരം ചെയ്ത് തെറ്റായിട്ട് പുറത്തരണമെന്നാ പറഞ്ഞു? അല്ലല്ലോ. ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, പാപമോചനം ചോദിക്കുന്നത് പാപങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമല്ല. ഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കിൻ. അത് ഒറ്റക്കും ഇരുന്നിട്ടും വണ്ടി പോകുമ്പോഴൊക്കെ ചെറുപ്പക്കാരൊക്കെ വണ്ടിയിൽ മ്യൂസിക്കും പാട്ടും വെച്ചൊന്നും പോകരുത്. ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഖുർആൻ കേൾക്കുക, നല്ല മനോഹരമായ ഖുർആൻ കേൾക്കുക. മ്യൂസിക്കില്ലാത്ത നല്ല അച്ചടക്കമുള്ള പാട്ട് കേൾക്കാം. ദീനി അള്ളാഹുവിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, മ്യൂസിക്കില്ലാത്തത്. ഖുർആൻ, നല്ല വാളുകൾ, ഇതൊക്കെ കേട്ടിട്ട് യാത്ര, വണ്ടിയിൽ അള്ളാഹു ഒരു ഓഡിയോ സിസ്റ്റം തന്നിട്ടുണ്ടോ, അതിൻ്റെ ശുക്ർ ഇങ്ങനെയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണുകളൊന്ന് തന്നിട്ടുണ്ടോ, അതിൻ്റെ ശുക്ർ. അതിൽ ദീനി ഇസ്ലാമിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക. ഒരുപാട് ദിക്റിൻ്റെയും ഒരുപാട് വാദോ അല്ലെങ്കിൽ ഖുർആനിൻ്റെയോ ഒരുപാട് ആപ്പുകൾ ഇഷ്ടംപോലെ കിടക്കുകയാണ്. ഇഷ്ടം പോലെ, നമുക്കൊന്നും സമയം ഉണ്ടാവില്ല ഇത് ഫോളോ ചെയ്യാം. അത്രയ്ക്ക് നല്ല നിൽക്കുക. ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? കുറേ നല്ല നല്ല പേജുകൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ വെള്ളി വെളിച്ചൻ്റെ അവിടെ ഇതൊരു ഉസ്താദിൻ്റെ വാദമുണ്ടല്ലോ, വെള്ളി വെളിച്ചം എന്നുണ്ട്. വെള്ളി വെളിച്ചം, VELLI, വെളിച്ചം, വെള്ളി വെളിച്ചം ഒരു പേജാണ്. ലൈക്ക് ചെയ്താൽ കുറേ ഒരു വാദം കിട്ടും. വേറെ ഒരുപാട് അങ്ങനെ നന്മക്ക് ഉപയോഗിക്കുക. എന്തായാലും ഇതൊക്കെ ഉപയോഗിക്കും, നന്മക്ക് ഉപയോഗിക്കുക. ഇനി അത് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്തായാലും ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുക? നന്മക്ക് വേണ്ടി ഉപയോഗിക്കുക. അതിന് ചെയ്യുന്ന ശുക്റാണ്. നല്ലൊരു മൊബൈൽ വാങ്ങിച്ചു, അള്ളാഹു ചോദിക്കുക എന്തെനിക്ക് ശുക്ർ ചെയ്തത്? നീ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചില്ലേ, എനിക്ക് വേണ്ടി നീ എന്താ ഇൻ്റർനെറ്റ് ചെയ്തത്? എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അള്ളാഹ് ചോദിക്കും. നിനക്ക് വാഹനം ഉണ്ടായില്ലേ, വീട്ടിൽ നീ ഹോം തിയേറ്റർ വാങ്ങിച്ചു വെച്ചു, അവിടെ വലിയ റാപ്പ് മ്യൂസിക്കോ അതല്ല. നല്ല മനോഹരമായ ഖുർആനിൻ്റെ പാരായണം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ മനോഹരമായ അന്തരീക്ഷം സൃഷ്ടിക്കൂലേ? അങ്ങനെ നീ ചെയ്യേ. നീ TV മേടിച്ചു വെച്ചു, ആ TV കൊണ്ട് എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു അള്ളാഹ് ചോദിക്കും. അതൊന്നും ചെയ്യാൻ പ്ലാൻ ഇല്ലേ, എന്നാൽ പിന്നെ വാങ്ങണ്ട. ഇതിനൊക്കെ ശുക്ർ. ഇസ്തഗ്ഫിറുഹു, എല്ലാ നന്മകളായ നന്മകൾ മുഴുവനും ലഭിക്കണമെങ്കിൽ ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന അല്ലാഹുവിനോട് പാപമോചനം ചോദിച്ചുകൊണ്ടേയിരിക്കുക, യാത്രകളിലും അല്ലാത്തപ്പോഴും. വസ്തഗ്ഫിർ. നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ ഉമ്മത്തിനോട് പറഞ്ഞ വചനങ്ങളാണ് ഖുർആൻ ഉദ്ധരിക്കുന്നത്. ഖുൽ തുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവിനോട് പാപങ്ങൾ പുറത്തു തരണേ എന്ന് ചോദിക്കണം. അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. അല്ലാഹു നിങ്ങൾക്ക് മനോഹരമായ മഴ വർഷിപ്പിച്ചു തരും. വെള്ളപ്പൊക്കമായി പോകാത്തത്, നാശമായി പോകാത്ത മഴ നിങ്ങൾക്ക് തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. മക്കളില്ലാത്തവർക്ക് മക്കളെ കിട്ടും. വഅംവാലിൻ, പൈസ ഇല്ലാത്തവർക്ക് പൈസ തരും അല്ലാഹു. എന്തെന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം വർദ്ധിപ്പിക്കുക. കുട്ടികളില്ലാത്തവരൊക്കെ അത് വർദ്ധിപ്പിക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പടച്ചോനെ പുറത്തു തരണേ എന്ന് പറഞ്ഞ ആ ദിക്ർ വർദ്ധിപ്പിച്ചാൽ കിട്ടുന്ന ഫലമാണ്. ഒന്ന്,
അള്ളാഹു ആകാശത്ത് നിന്ന് മഴ തരും, പുറത്തു തരും. വയുംദിദുക്കും ബി അംവാലിൻ, ദാരിദ്ര്യമുള്ള ആളുകൾ, പൈസയില്ലാതെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇസ്തിഗ്ഫാർ ചെയ്യൻ. നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് പറഞ്ഞുതരും അതുകൊണ്ട് ഫലം ഉണ്ടായോ ഇല്ലേ. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. ജോലി നഷ്ടപ്പെട്ടവരാ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. കച്ചവടം പൊളിഞ്ഞിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. ജോലി കിട്ടണമെന്ന് കൊതിക്കുന്നുണ്ട്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് വർദ്ധിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി, പരീക്ഷിച്ചിട്ട് പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അതിന്റെ ഫലം ഉണ്ടായോ ഇല്ലേ. ഉണ്ടാവും, തീർച്ചയാണ്. അള്ളാഹു ഫലപ്പെടുത്തുമാറാകട്ടെ. വയുംദിദുക്കും ബി അംവാലിൻ വബനീൻ, അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരും. കുട്ടികളില്ലാത്തവര് ഡോക്ടർമാരെ കാണണം. കൊടുങ്ങല്ലൂർ അശ്വ ഡോക്ടറെ പോയി കാണുന്നവരുണ്ട്, പല ഹോസ്പിറ്റലിൽ പോയി കാണുന്നവരുണ്ട്. ഒക്കെ ചെയ്തോട്ടെ. അതിൻ്റെ ഒക്കെ കൂടെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് ഭാര്യയും ഭർത്താവും ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അത് അതിൻ്റെ ഒരു കാരണം. കുട്ടികൾ ഉണ്ടാവാൻ ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് ആ ആശയമാണ്. ബിബനീന, നിങ്ങൾക്ക് റബ്ബ് മക്കളെ തരും. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് അല്ലാഹു കൃഷിയിടങ്ങൾ തരും. ആ കൃഷിയിടങ്ങൾക്ക് നനക്കാൻ ആവശ്യമായ വെള്ളമൊഴുകുന്ന നദികൾ പോലും ഒഴുക്കാൻ മാത്രം പവറുണ്ട്, ശക്തിയുണ്ട്. അസ്തഗ്ഫിറുല്ലാ എന്ന വാക്കിന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചൊല്ലുമായിരുന്നു. അവസാന കാലം, ലോകത്തോട് യാത്ര പറയാനിരിക്കുന്ന കാലം, ഇസ്ലാം പൂർത്തിയായി വിജയിച്ചു നബിയേ. അല്ലാഹു മക്കം ഫതഹ് തന്നു കഴിഞ്ഞല്ലോ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر. ഒരുപാട് ഹംദ് ചൊല്ലിക്കോളൂ നബിയേ, ഒരുപാട് സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോളൂ നബിയേ, ഒരുപാട് അസ്തഗ്ഫിറുല്ലാഹി ചൊല്ലിക്കോളൂ നബിയേ. ഇന്നഹു കാന തവ്വാബാ, അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. മടങ്ങാൻ സമയമായില്ലേ, തൗബ ചെയ്തോളൂ, അള്ളാഹു സ്വീകരിക്കും കേട്ടോ. അവസാന കാലം ഒരു മനുഷ്യൻ ഇബാദത്തിൽ ചെലവഴിക്കണം. അതുകൊണ്ടാണ് 40 വയസ്സായ കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികളെയൊക്കെ നിർത്തണം എന്ന് പറയാൻ കാരണം. 40 വയസ്സായ പിന്നെ ഈ കളിയും അതൊന്നും ഫോളോ ചെയ്യരുത്. 40 വയസ്സ് വരെ എന്തായാലും ഈ കുട്ടികളെ ഉണ്ടാവുന്നു. ഷറയിൽ 40 വയസ്സ് വരെ ഷാബുൻ, യുവാവ് എന്നാ പറയാം. അപ്പോൾ എന്തെങ്കിലും കുറച്ച് കുരുത്തക്കേടൊക്കെ സംഭവിച്ചു എന്ന് വരും. പക്ഷെ 40 കഴിഞ്ഞ ഒരു മനുഷ്യന് ഏർപ്പാടൊക്കെ നിർത്തണം. പിന്നെ എത്ര റൺസായി വിക്കറ്റായി അതൊന്നും ചോദിച്ച് നടക്കരുത്. 40 കഴിഞ്ഞാൽ പിന്നെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം എന്നാ. ഞാൻ ആഖിറത്തിലേക്ക് ഞാനൊന്ന് ഒരുങ്ങട്ടെ, ഇതാണ് ഞാൻ പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങട്ടെ. ഇനി പള്ളിയും നാട്ടിലെ സേവനങ്ങളും ദീനീ പ്രവർത്തനങ്ങളും ഇതുമായിട്ട് ഞാൻ മുഴുസമയം എൻഗേജ് ആവട്ടെ. ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട്, മക്കൾ നടത്താൻ ഒരുക്കാണ്, ജീവിത മൈഷത്തൊക്കെ നടന്നു പോകുന്നുണ്ട്. അങ്ങനത്തെ ആളുകൾ മുഴുസമയവും ഇബാദത്തിലേക്ക് മാറണമെന്ന. ജോലി ചെയ്യുന്ന ഇബാദത്താണ്, കച്ചവട ഇബാദത്താണ്, അതിനൊക്കെ കൂലിയുണ്ട്. പക്ഷേ മെയിൻ ഫോക്കസ് നാവിലും ചിന്തയിലും സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും അസ്തഗ്ഫിറുല്ലാഹയും അതൂബു ഇലൈക്, നിന്നിലേക്ക് മടങ്ങുന്നു അല്ലാഹ്. ഈ വചനങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം അവസാനത്തെ നാളിനോടടുക്കുമ്പോൾ. 40 നമുക്ക് പ്രായമായതുപോലെ തോന്നുന്നൊന്നുമില്ല അല്ലേ. 40 50, 60 നമ്മൾ വിസടിക്കുന്ന കാലം നമ്മൾ അങ്ങനെ ആലോചിക്കുള്ളൂ. ഇപ്പോൾ മൊത്തത്തിൽ വിസ കിട്ടുമോ, ഗൾഫൊക്കെ പോകാൻ പറ്റുന്ന കാലം തന്നെയല്ലേ. 60 ആയാലും ഒരു ബിസിനസ് വിസ എടുക്കാമല്ലോ. 70, 80 ആകുമ്പോൾ നമ്മൾ 70 ആകുമ്പോൾ 80 ആൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ആലോചിക്കുക. 80 കഴിഞ്ഞാൽ അച്യുതാനന്ദനൊക്കെ എപ്പോഴും മരിക്കാൻ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇനിയും ബാക്കിയാവുമല്ലോ. ഇങ്ങനെ നമ്മൾ മേലോട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മരിക്കാനായിട്ടുണ്ടല്ലോ എന്ന് ഒരിക്കലും നമുക്ക് തോന്നണില്ല. മേലപ്പുറത്ത് ആൾക്കാർ വേറെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുന്നത്. പക്ഷെ നമ്മുടെ സമയം എപ്പോഴാണെന്ന് അറിയില്ല. ഗർഭസ്ഥ ശിശു മരിക്കാൻ കാരണം അതെന്ന് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു. എന്തിനെയോ ഗർഭസ്ഥ ശിശു മരിച്ചുപോയത്, ആ കുഞ്ഞിനെ അള്ളാഹു ജനിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നില്ലേ? ജനിച്ചപ്പോഴേ കുഞ്ഞ് മരിച്ചു. എന്തിനാ റബ്ബി ഈ പണി ചെയ്തത്? ഇവിടെ പറയാം, റൂഹ് ഊതിക്കഴിഞ്ഞാൽ പിന്നെ മരണത്തിന് ഡേറ്റ് ഇല്ല എന്നാ. അത് ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മരണം സംഭവിക്കാം. പ്രസവിക്കുന്നതിന് മുമ്പാവാം, പ്രസവിച്ച ഉടനെ ആവാം, പിറ്റേന്നാവാം, 2 നാൾ, ഒരാഴ്ച, 2 ആഴ്ച, പിന്നെ സമയമില്ല. റൂഹ് ഊതപ്പെട്ടോ 4 മാസം, പിന്നെ മരണത്തിന് ഡേറ്റ് ഇല്ല എന്നാ. എപ്പോഴും ഇത് പഠിപ്പിക്കാനാ ചില കുഞ്ഞുങ്ങളെ അള്ളാഹു മരിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രസവിപ്പിക്കുന്നത് എന്ന് നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ആകാം, ഒരുങ്ങിയിരിക്കുക. ശുദ്ധ റമദാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ. യാത്ര ചോദിച്ചു പോകും. ഒരുപാട് വിലപ്പെട്ടത്, ഒരുപാട് ഇഷ്ടപ്പെട്ടവരോട് മനസ്സിഷ്ടമില്ലാതെ തന്നെ യാത്ര പറയേണ്ടി വരും. പക്ഷെ ഒരു സത്യവിശ്വാസി ഓപ്റ്റിമിസ്റ്റിക് ആണ്. വരാൻ പോകുന്ന സംഗതികളെ നല്ല നിലക്ക് വീക്ഷിക്കുന്ന ആളാണ്.
ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അന്ന് മരിക്കാൻ കിടക്കുമ്പോ ഭാര്യ പറഞ്ഞു, വാ കർബാ വാ സൗജാ, എന്റെ ഭർത്താവ് ബിലാലേ, എന്തോ ഒരു സങ്കടം നിങ്ങൾ പിരിഞ്ഞു പോകുന്നതിൽ, നിങ്ങളുടെ ഈ വേർപാടിന്റെ സങ്കടം താങ്ങാൻ പറ്റുന്നില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മരണത്തെ കൺമുമ്പിൽ കാണുമ്പോ വാ കർബാ, സങ്കടമേ ദുഃഖമേ എന്ന് കരയുന്ന ഭാര്യയോട് വാ ത്വറബാ, ആനന്ദമേ സന്തോഷമേ എന്ന് മറുപടി പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹുൽ ഹബശി റളിയല്ലാഹു അൻഹു, വാ ത്വറബാ, ആനന്ദമേ സന്തോഷമേ ആഹ്ലാദമേ, ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസ്വഹ്ബ, നാളെയാണല്ലോ കൂട്ടുകാരെ കാണാൻ പോകുന്നത്. ആരാണവർ? മുഹമ്മദൻ വസ്വഹ്ബ, മുഹമ്മദ് നബിയും അവിടുത്തെ സ്വഹാബികളെയും ഞാനൊന്ന് കണ്ണു ചിമ്മിയാൽ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ കാണാൻ പോകുന്നുവെന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. മരിച്ചുപോയ ആൾക്കാർ കാണുന്ന, പരസ്പരം കാണും, കണ്ടുമുട്ടും. ഹബീബായ തങ്ങൾ പറഞ്ഞു, അർവാഹകൾ കണ്ടുമുട്ടും. മരിച്ചു വരുമ്പോൾ ആളുകൾ ചോദിക്കുമത്രേ, നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? പാപ്പാക്ക് സുഖം തന്നെയാണോ? മരിച്ചു വന്ന ആളോട് ചോദിക്കുന്ന. പിന്നെ കുട്ടിയെ കെട്ടിച്ചോ എന്ന് വരെ ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ? മരിച്ചു വന്ന ആളോടെ റൂഹാണ്ടെത്തുമ്പോ ഇല്ലിയീനിലേക്കാണ് മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾ പോകുന്നത്. മോശപ്പെട്ടവരുടെ ആത്മാക്കൾ പോകുന്നത് സിജ്ജീൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇപ്പൊ ഇല്ലിയിലെത്തുന്ന ആളുകൾ പരസ്പരം ചോദിക്കും. ചിലരൊക്കെ പറയുന്നത്, വല്ലാണ്ട് ചോദിച്ച് ഇപ്പൊ സമയം കളയണ്ട, ഇവര് കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ, ദുനിയാവിൽ ഒരുപാട് അധ്വാനിച്ച് വന്നതല്ലേ, കുറച്ച് വിശ്രമിച്ചോട്ടെ, ചോദിച്ച് ബുദ്ധിമുട്ടാക്കല്ലേ, കുറച്ച് സമയം വിശ്രമിച്ചോട്ടെ. ദുന്യാവിന്റെ പ്രയാസങ്ങൾ കഴിഞ്ഞ് വന്നവനല്ലേ, ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. റെസ്റ്റ് കഴിഞ്ഞാൽ വർത്താനങ്ങൾ ചോദിക്കും. നമ്മൾ ഗൾഫിലൊക്കെ മുമ്പൊക്കെ ഈ ഫോണൊക്കെ ഉണ്ടായതുകൊണ്ട് പണ്ട് ഈ ഇത്തരം ചോദ്യങ്ങൾ ഇപ്പൊ ഇല്ല അല്ലേ. പണ്ടത്തെ ചിത്താരി റൂമിലൊക്കെ വാർത്ത വലിയ ആൾക്കാരൊക്കെ അല്ലേ, ചിത്താരി കോമ്പൗണ്ടിലൊക്കെ അവിടെയൊക്കെ ഇരിക്കുമ്പോൾ എന്താ നാട്ടിലെ വിശേഷം, കുഞ്ഞാമ്മീൻ്റെ കല്യാണം കഴിഞ്ഞോ, ഫാത്തിമാൻ്റെ കല്യാണം കഴിഞ്ഞോ, എന്താ വാപ്പാൻ്റെ വിശേഷം, ഇതൊക്കെ ചോദിക്കും. എല്ലാ വർത്താനം ചോദിക്കും. ഇന്നങ്ങ് ചോദിക്കാം, ഇന്ന് ഡയറക്റ്റ് അപ്പോഴൊക്കെ ഡയറക്റ്റ് സെക്കൻഡുകളെ കൊണ്ട് അറിയേണ്ട വിവരങ്ങളൊക്കെ ചോദിക്കേണ്ട അവസ്ഥയും വരുന്നില്ല. ചോദിക്കുന്ന കൂട്ടത്തിൽ ചില വർത്താനം ചോദിക്കും. അല്ല, നമ്മളെ അദ്രഹ്മാനെ കാണില്ലല്ലോ, അദ്രഹ്മാനെ വർത്താനം എന്താ? അപ്പം പറയും, അദ്രഹ്മാൻ പോന്നിട്ടുണ്ടല്ലോ, എൻ്റെ മുമ്പ് പോന്നിട്ടുണ്ടല്ലോ. അല്ലാഹ് അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ പടച്ചോനെ. ലഅല്ലഹു റുമിയ ഇലൽ ഹാവിയ, ഹാവിയയിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ടാവും, ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അല്ലാഹ് മോശപ്പെട്ട് ജീവിച്ച ആളാണെങ്കിൽ എൻ്റെ മുമ്പ് പോന്നിട്ടുണ്ടല്ലോ ആൾ, ഇവിടെ എത്തിയിട്ടില്ലേ? ഇല്ല, ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. എന്നാ പിന്നെ ഹാവിയയിലേക്ക്. വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. എന്താണ് ഹാവിയ എന്നറിയുമോ? നാറുൻ ഹാമിയ, ചുട്ടുപൊള്ളുന്ന തീയാണ്. അവിടേക്ക് പോയിട്ടുണ്ടാവും. അല്ലാഹ് ഇങ്ങോട്ട് എത്തിയിട്ടില്ലേ? എന്നാ പിന്നെ അവിടെ പോയിട്ടുണ്ടാവും എന്നിവർ പരസ്പരം കുശലാന്വേഷണം പറയുന്ന കൂട്ടത്തിൽ നാട്ടുകാരെ പറ്റി ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.